ഷാനു ടീച്ചറിന്റെ ബുക്കും. ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ദിവസം, 7ാമത്തെ ദിവസത്തിലേക്ക് നമ്മുടെ ക്ലാസ് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഇന്നൊരു സെന്റൻസ് വായിച്ചു. ആ സെന്റൻസിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക. ടു ഗെറ്റ് സംതിങ് യു നെവർ ഹാഡ്, യു ഹാവ് ടു ഡു സംതിങ് യു നെവർ ഡിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നിട്ട് ഞാനത് ആവർത്തിക്കാം. ടു ഗെറ്റ് സംതിങ് യു നെവർ ഹാഡ്, യു ഹാവ് ടു ഡു സംതിങ് യു നെവർ ഡിഡ്. നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ട് നേടണമെങ്കിൽ ഇതുവരെ ചെയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. സിമ്പിൾ, ശരിയല്ലേ? ഇല്ലേ മേരി കുഞ്ഞുമാ, വിമൽ സാറേ? നമുക്ക് ഇതുവരെ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ നേടണമെങ്കിൽ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് കിട്ടില്ല. അതാണ് റോബിൻ ശർമ്മ പറഞ്ഞത്. ഇറ്റ് ഈസ് ഫൂളിഷ് ടു തിങ്ക് ദാറ്റ് ഡൂയിങ് സെയിം തിങ്സ് അഗൈൻ ആൻഡ് എക്സ്പെക്ടിങ് ഫോർ ഡിഫറെന്റ് റിസൾട്ട്. ഇന്നലെ ചെയ്ത അതേ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ എല്ലാവരും വിചാരിക്കുന്നു എനിക്ക് വ്യത്യസ്ത റിസൾട്ട് വേണമെന്ന്. അത് വളരെ മണ്ടത്തരമെന്നാണ് ഇന്ത്യൻ ബോൺ അമേരിക്കൻ മോട്ടിവേഷണൽ സ്പീക്കർ ആയ റോബിൻ ശർമ്മ പറയുന്നത്. യെസ്, നമ്മളെല്ലാവരും ഇന്നലകളിൽ ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇതുവരെ കിട്ടാത്ത, ഇതുവരെ ഇല്ലാത്ത ചില കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അപ്പം ഇന്നത്തെ ക്ലാസ് ഷബാസ് ജിയാണ് എടുക്കുന്നത്. അല്പസമയം നമ്മൾക്ക് വൈകി. നമുക്ക് ഷബാസ് ജിയെ വെൽക്കം ചെയ്യാം. വെൽക്കം ഷബാസ് ജി ഫോർ ടുഡേ സെഷൻ. അപ്പം വെൽക്കം ഓൾ പാർട്ടിസിപ്പൻസ്. അപ്പം നമ്മളൊക്കെ എല്ലാവർക്കും റീഅലൈൻമെന്റ്, ഇമോഷണൽ റീഅലൈൻമെന്റിലേക്ക് നമുക്ക് കടക്കാം. 7ാം ദിവസത്തെ ക്ലാസ്സിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. വെൽക്കം ഓൾ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു അനിൽ സർ. അപ്പോ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത അനിൽ സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഒപ്പം നമുക്ക് എല്ലാവർക്കും ഇന്ന് ഈ ഒരു നിമിഷം ഒരുമിച്ച് കൂടാൻ സാധിച്ചതിലും ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചതിലും സർവേഷിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് മൈൻഡ്ഫുൾനെസ്. അപ്പൊ ഈ ഒരു പ്രസന്റ് കാലഘട്ടത്തിൽ എല്ലാവരും ഒരുപാട് സംസാരിക്കുന്ന ഒരു വാക്കാണ് മൈൻഡ്ഫുൾനെസ്, ഇല്ലേ? ഈവൻ മൈൻഡ്ഫുൾനെസ് ഈറ്റിംഗ്, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ, അങ്ങനെ ഒരുപാട് ടൈമിൽ മൈൻഡ്ഫുൾനെസ് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇമോഷണൽ റിയലൈൻമെന്റിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സംഭവം തന്നെയാണ് മൈൻഡ്ഫുൾനെസ്. അപ്പൊ ഈ ഗ്രൂപ്പിൽ എല്ലാവരും തന്നെ മൈൻഡ്ഫുൾനെസ് എന്താണെന്ന് അറിയാവുന്നവരും അത് പ്രാക്ടീസ് ചെയ്യുന്നത് ആരായിരിക്കും. പക്ഷെ അതേക്കുറിച്ച് ജസ്റ്റ് ഒന്നുകൂടി നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി ചില സമയത്ത് അതൊന്നുകൂടി ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്കത് വളരെ പവർഫുൾ ആയിട്ട് മാറും. ചില സമയത്ത് നമ്മൾ മൈൻഡ്ഫുൾനെസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ചില സമയത്ത് അതിൽ നിന്നൊക്കെ വിട്ടു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് തിരിച്ച് അതിലേക്ക് വരാനും ഒക്കെ സഹായിക്കുന്ന ഒരു സെഷനാണിത്. അപ്പോൾ മൈൻഡ്ഫുൾനെസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഇതിലുള്ളത്. എന്നാലും അതേക്കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ടൂളാണ് നമ്മുടെ ഇമോഷണൽ റീഅലൈൻമെന്റിന്. അതായത് നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂള് തന്നെയാണ് മൈൻഡ്ഫുൾനെസ്. അപ്പൊ ആദ്യം ഇതിലിരിക്കുന്ന എല്ലാവരും ഒന്ന് ജസ്റ്റ് വീഡിയോ ഓൺ ആക്കണം. കാരണം നമ്മൾ മൈൻഡ്ഫുൾനെസ് ആണ് പഠിക്കുന്നത്. മൈൻഡ്ഫുൾനെസ് ആകുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ പ്രസന്റ് ഇവിടെ വേണം. നമ്മൾ പല സ്ഥലത്ത് ഓടി നടക്കാൻ പാടില്ലല്ലോ. അപ്പോ പല പല കാര്യങ്ങളിൽ ഓടി നടക്കുന്നവര് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മാറുക, ഇവിടെ തന്നെ ഇരുന്ന് ഇവിടെ ആ ഒരു മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാൻ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വീഡിയോ ഓൺ ആക്കി ഒന്നിരിക്കുക. കാരണം ഇപ്പൊ വീഡിയോ ഓൺ ആക്കാത്തവര് പലരും പല പല കാര്യങ്ങളിൽ ചിലപ്പോൾ ഇൻവോൾവ്, അറ്റ് എ ടൈം പല കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരിക്കും. അപ്പൊ ആ ഇൻവോൾവ്മെന്റ് മാറ്റി ഈ ഒറ്റ ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഓൺ ആക്കാൻ പറഞ്ഞത്. ഓക്കെ, നമ്മുടെ ഷെയറിംഗ് ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് 7ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്.
mindfulness and present moment awareness, understanding how to stay present, observe thoughts and build emotional balance. അതായത് നമ്മൾ ഈ ഒരു മൊമെന്റിൽ ഇരിക്കാനും നമ്മുടെ തോട്ട്സ് ഒന്ന് ഒബ്സർവ് ചെയ്യാനും നമ്മുടെ ഇമോഷണൽ ബാലൻസ് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഓ ഫസ്റ്റ് തന്നെ വാട്ട് ഈസ് മൈൻഡ്ഫുൾനെസ്? അതായത് ശരിക്കും മൈൻഡ്ഫുൾനെസ് എന്താണ്? നമ്മളെല്ലാവരും പറയുമ്പോഴും എന്താണ് അതിന് ഉദ്ദേശിക്കുന്നത് എന്ന് പലർക്കും അറിയില്ല. അതായത് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ചായ പകർത്തി, ആ ചായ ഒരു ഗ്ലാസ് നിറച്ച് ചായ എത്തി, പിന്നീട് നമുക്ക് അതിലേക്ക് ചായ ഒഴിച്ചിട്ട് എന്താ സംഭവിക്കുന്നത്? അതിൽ സേവ് ചെയ്യാൻ പറ്റുമോ? തുളുമ്പി പോവുള്ളൂ. അതിന്റെ ഉള്ളിൽ നമുക്ക് അതൊന്ന് ആ ചായ നമുക്ക് സേവ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അത് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തുളുമ്പി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മുടെ മൈൻഡും ഇതുപോലെ ഒരുപാട് തോട്ട്സ് കാര്യങ്ങളായിട്ട് നമ്മൾ ഓൾറെഡി എന്താണ് നിറച്ചു വെച്ചിരിക്കുകയാണ്. പിന്നീട് ഒരു പുതിയ ചിന്തകൾ, അല്ലെങ്കിൽ ഒരു നന്മ നിറഞ്ഞൊരു ചിന്ത നമ്മുടെ മൈൻഡിലേക്ക് വരുമ്പോൾ അതിന് ആ മൈൻഡിൽ ഉൾക്കൊള്ളാനുള്ള ഒരു സ്പേസ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ മൈൻഡ്ഫുൾനെസ്സിലൂടെ നമ്മൾ ചെയ്യുന്നത് ആ എംറ്റി ആയിട്ട്, നമ്മുടെ മൈൻഡ് എംറ്റി ആയിട്ട് സൂക്ഷിച്ച് പുറമേ നിന്ന് വരുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള മെസ്സേജുകളും കാര്യങ്ങളും നമ്മുടെ മൈൻഡിലേക്ക് ഉള്ളിലേക്ക് കയറ്റാൻ നമുക്ക് സഹായിക്കുന്ന രീതിയിൽ നമ്മുടെ മൈൻഡിനെ പ്രസന്റ് ചെയ്യുകയാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ്സിലൂടെ ചെയ്യുന്നത്. കാരണം ആ ഒരു മൈൻഡ് ഓരോ ദിവസവും ഓവർ തിങ്കിങ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ്, നമ്മുടെ എന്താണ് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ്, നമ്മുടെ ആങ്സൈറ്റി ഫ്യൂച്ചറിനെ കുറിച്ചും പിന്നെ പാസ്റ്റിലെ നമ്മുടെ ഓരോ ട്രോമയെ കുറിച്ചുള്ള നമ്മുടെ തോട്ട്സ് കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ മൈൻഡ് ഫുൾ നിറഞ്ഞിരിക്കുകയായിരിക്കും. പിന്നെ അതിലേക്ക് ഒരു പുതിയ ഒരു നന്മ നിറഞ്ഞൊരു ചിന്ത, ആ ഒരു ചിന്ത കയറാനുള്ള ഒരു സ്പേസ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അത് ഒന്ന് എന്താണ് ഒരു എംറ്റി ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പുതിയ ചിന്തകളും കാര്യങ്ങളും അതിലേക്ക് നമുക്ക്, അല്ലാതെ പാസ്റ്റിലെ ചിന്തകളെ കൊണ്ട് നിറഞ്ഞത് കൊണ്ട് നമുക്ക് പ്രയോജനമില്ല. അപ്പൊ നമ്മുടെ ആ ഒരു മൈൻഡ് എംറ്റി ആയിട്ട് വെച്ചിട്ട് നന്മ നിറഞ്ഞ പ്രസന്റ് മൊമെന്റിലേക്കുള്ള ആവശ്യമായിട്ടുള്ള പുതിയ ചിന്തകൾ കയറ്റാൻ അത്രയും എന്താണ് ശൂന്യമായ ഒരു പാത്രമാക്കി മൈൻഡിനെ മാറ്റാൻ വേണ്ടി മാറ്റുക, അതാണ് നമ്മുടെ മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ പേ അറ്റൻഷൻ ടു ദ പ്രസന്റ് മൊമെന്റ് വിത്തൗട്ട് ജഡ്ജ്മെന്റ്. അതായത് ഈ ഒരു നിമിഷം നമ്മൾ അതില് അറ്റൻഷൻ കൊടുക്കുക. അതെന്താണ് നമ്മുടെ തോട്ട്സിലെ, അതെ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. അത് നെഗറ്റീവോ പോസിറ്റീവോ അതിന്റെ പ്രോബ്ലത്തെ കുറിച്ച് ജഡ്ജ്മെന്റ് ഒന്നും ചെയ്യാതെ ആ ഒരു പ്രസന്റ് മൊമെന്റില് അറ്റൻഷൻ ചെയ്യുകയാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ തോട്ട്സ് നോട്ടീസ് ചെയ്യുന്നു, ഇമോഷൻസ് നോട്ടീസ് ചെയ്യുന്നു, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിന് നമ്മൾ ജഡ്ജ് ചെയ്യാതെ വെറുതെ ഒബ്സർവ് ചെയ്യുന്നതാണ് മൈൻഡ്ഫുൾനെസ്. ഓക്കെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു വസ്തു അത് നിങ്ങളുടെ കയ്യിൽ കിട്ടി. ഫോർ എക്സാമ്പിൾ, ഒരു ഇപ്പൊ എന്റെ മക്കൾക്കൊക്കെ ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ആ ചോക്ലേറ്റ് കൈ കിട്ടിക്കഴിഞ്ഞപ്പോ എന്താണ്, അത് ഏറ്റവും ആഗ്രഹിച്ച് കൈ കിട്ടിയ ചോക്ലേറ്റ് ആണ്. അപ്പൊ ആ ചോക്ലേറ്റ് കഴിക്കുന്ന സമയത്ത് എന്റെ മോൻ ചിന്തിക്കുന്നത്, അയ്യോ നാളെ ക്ലാസ് ഉണ്ട്, എക്സാം ഉണ്ട്, എക്സാമിന് പഠിക്കണം, ഇന്ന് എന്റെ ഗെയിം കളിച്ചത് ഫിനിഷ് ആക്കിയിട്ടില്ല, അത് ഫിനിഷ് ആക്കണമായിരുന്നു, ഇനിയിപ്പൊ ഞാൻ ഗെയിം കളിക്കാൻ പോയാ എന്റെ ഉമ്മി എന്നെ വഴക്ക് പറയും, നാളെ എക്സാമിനുള്ളതല്ലേ, അത് പഠിക്കണം, ഇനി ഞാൻ പഠിക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് നാളെ ടീച്ചറിന്റെ വക വഴക്ക്, മാർക്ക് കുറഞ്ഞ അത് പ്രശ്നം, പിന്നെ നാളെ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ പോണം, പിന്നെ നാളെ ഉമ്മി വിടുമായിരിക്കോ, ഇങ്ങനെയുള്ള കുറെ തോട്ട്സുമായിട്ട് ആ ചോക്ലേറ്റ് കഴിച്ചു. ഒത്തിരി ആഗ്രഹിച്ച് കിട്ടിയ ചോക്ലേറ്റ് ആയിരുന്നു. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ചിന്തകളിൽ കൂടെയൊക്കെയാണ് ആള് കഴിച്ചത്. ആ ചോക്ലേറ്റ് പിന്നെ നോക്കുമ്പോ കയ്യിൽ ചോക്ലേറ്റ് ഇല്ല, അത് ഫിനിഷായി. അപ്പൊ ആ ഒരു ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞപ്പോ അയ്യോ ഞാനിത് കഴിച്ചു കഴിഞ്ഞല്ലോ, ഇത് കഴിച്ചായിരുന്നോ, ഇതിന്റെ ടേസ്റ്റ് എന്താണ്, അത് ആസ്വദിക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ. നമുക്ക് പലപ്പോഴും പലതും സംഭവിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ആഗ്രഹിച്ച പലതും നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ടാവും. ആ സമയത്തും നമുക്ക് ആ കിട്ടിയ വസ്തു, അതായത് ഏറ്റവും ആഗ്രഹിച്ച ഒരു ചോക്ലേറ്റ് ആയിരുന്നു കൈ കിട്ടിയത്,
പക്ഷെ ആ ചോക്ലേറ്റ് കൈ കിട്ടിയപ്പോ പോയ തോട്ട്സ് നാളത്തെ എക്സാമിനെ കുറിച്ചും അത് പിന്നെ ഞാൻ കളിച്ചുകൊണ്ടിരുന്ന ഗെയിം ഇനി കളിക്കാൻ സമ്മതിക്കോ, നാളെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ വിടുമോ, ഇങ്ങനെ പല പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് ആ ആഗ്രഹിച്ച് കിട്ടിയ ചോക്ലേറ്റ് അത് ആസ്വദിച്ച് കഴിക്കാൻ സാധിച്ചില്ല. ഇത് ഞാൻ കുട്ടിയുടെ രീതിയിൽ പറഞ്ഞു എന്നുള്ളൂ. നമുക്കും സംഭവിക്കുന്നത് അങ്ങനെയല്ലേ? നമ്മൾ പല കാര്യങ്ങളും ആഗ്രഹിച്ച് നമ്മുടെ കയ്യിൽ കിട്ടും. ആ ആഗ്രഹിച്ച് നമ്മൾ കൈ കിട്ടിക്കഴിയുമ്പോൾ ആ ഒരു മൊമെന്റ് പലപ്പോഴും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല. നമ്മുടെ നാളത്തെ ദിവസത്തെ കുറിച്ചോ കഴിഞ്ഞ പ്രശ്നങ്ങളെ കുറിച്ചോ ഒക്കെ നമുക്ക് അതിന്റെ ഇടയിൽ ചിന്ത വന്ന് നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കും. ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളവർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് നിങ്ങളുടെ ഒരു ഒരു മേരി കുഞ്ഞു മാം എന്തോ പറയാൻ ആഗ്രഹിച്ചു വരുന്നുണ്ട്. ഇല്ല, ആർക്കെങ്കിലും ഒരാൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ഇതുപോലെ സെയിം ഇൻസിഡന്റ് നമ്മൾ ഏറ്റവും ആഗ്രഹിച്ച ഒരു സംഭവം കൈ കിട്ടുമ്പോഴും അത് ആസ്വദിക്കാൻ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. നമ്മുടെ മൈൻഡ് എങ്ങനെയാ, ഇങ്ങനെ മറ്റു കാര്യങ്ങളിലേക്ക് പോകും, അടുത്ത ചിന്തയിലേക്ക് പോകും. അടുത്ത ചന്ദ്രകലാമാവന് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല? എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും ഇല്ലേ? സംഭവം ശരിയല്ലേ? ധാരാളം ഉണ്ട്. എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ? എല്ലാവർക്കും അങ്ങനെ തന്നെ. എല്ലാവർക്കും അങ്ങനെ തന്നെ. അതായത് നമ്മൾ പറഞ്ഞോളൂ മാം. റിസൾട്ട് വരുമ്പോ നമ്മൾ ആഗ്രഹിച്ചത് വേറെ ഒന്നായിരിക്കും, പക്ഷെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ പക്ഷേ നല്ല അപ്പോൾ 90% ഒക്കെ കിട്ടിയിട്ട് നമുക്ക് നെക്സ്റ്റ് മൊമെന്റിൽ ആ ഒരു അഭിമാനമൊക്കെ പോകും. കാരണം ചന്ദ്രകലാമം പറഞ്ഞ വളരെ നല്ലൊരു എക്സാമ്പിൾ ആണ്. അതായത് എക്സാമിന്റെ റിസൾട്ട് വരുമ്പോൾ, അതായത് ഞാൻ പ്രതീക്ഷിച്ചത് എനിക്ക് 90% ആയിരിക്കും, അത് എന്റെ കയ്യിൽ കിട്ടി. പക്ഷെ കിട്ടിക്കഴിയുമ്പോ എന്റെ ഫ്രണ്ടിന് എന്റെ പെർസെന്റേജിനേക്കാളും കൂടുതൽ മാർക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ നോക്കും. അതായത് നമുക്ക് കിട്ടിയ മാർക്കിലല്ലായിരിക്കും നമുക്ക് ആ ഒരു മാർക്ക് കിട്ടിയതിന് നമുക്ക് സന്തോഷിക്കാൻ ടൈം കിട്ടുന്നില്ല. അവിടെ നമ്മൾ കമ്പയർ ചെയ്ത് വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞ്, അതായത് പേരൻസ് പറഞ്ഞ അതായത് ഞാൻ ആഗ്രഹിച്ച മാർക്ക് എനിക്ക് കിട്ടി, പക്ഷെ 90% ആയിരുന്നു എനിക്ക് കിട്ടേണ്ട മാർക്ക്. എന്റെ കഴിവിനനുസരിച്ച് അവർ 90% കിട്ടി. പക്ഷെ സ്കൂളില് അതിനേക്കാൾ മാർക്കുള്ള കുട്ടികളുണ്ട്. അവർക്ക് കൊടുക്കുന്ന ഒരു അപ്രീസിയേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോ എന്റെ മാർക്ക് വലുതായിട്ടോ അതിൽ സന്തോഷിക്കാനോ എനിക്ക് സാധിക്കാതെ പോകും. ഇതൊക്കെ എല്ലാവർക്കും ഇതുപോലുള്ള ഒരു മാർക്കും കുട്ടികളുടെ കാര്യമല്ല, വലിയവർക്കും ഇതുപോലുള്ള ഇൻസിഡന്റ് ജീവിതത്തിൽ ഒരുപാട് ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ചോക്ലേറ്റ് അത് ആസ്വദിച്ച് കഴിക്കുക. അല്ലെങ്കിൽ ഇപ്പോ 90 മാർക്ക് അത് ഞാൻ എഫേർട്ട് എടുത്ത് കഷ്ടപ്പെട്ട് പഠിച്ച് എനിക്ക് കിട്ടിയ മാർക്കാണ്. ആ മാർക്ക് കിട്ടിയതില് ഒന്ന് സന്തോഷിക്കാൻ, അതില് ഞാൻ ഇത്രയും ചെയ്തു, എന്നെ ഒന്ന് അപ്രീസിയേഷൻ, എനിക്ക് തന്നെ ഒരു വെൽ ഡൺ, നീ ചെയ്തത് നല്ല ഇതാണ്, നിനക്ക് കഴിവുണ്ട് എന്ന് സ്വന്തമായിട്ടൊന്ന് അഭിമാനിക്കാനുള്ള ഒരു സമയം കിട്ടാതെ നമ്മൾ എന്താണ് കമ്പാരിസൺ, അല്ലെങ്കിൽ ഇനി ആ 90 മാർക്ക് വെച്ചിട്ട് 90% മാർക്കുള്ളൂ, ഇത് വെച്ചിട്ട് ഇനി എനിക്ക് ഇന്നതിന് അഡ്മിഷൻ കിട്ടൂ, ഇന്ന സ്കൂളിൽ കിട്ടൂ, അല്ലെ ഇന്ന കോളേജിൽ കിട്ടൂ, അങ്ങനെ ചിന്തിച്ചു പോകും. അല്ലാതെ ആ കിട്ടിയ മൊമെന്റിൽ അത് ആസ്വദിക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കാതെ പോകുന്നു. ഇപ്പൊ മൈൻഡ്ഫുൾനെസ്സിലൂടെ നമ്മൾ തിരിച്ചു പിടിക്കേണ്ടത്, കാരണം നമ്മൾ ഈ ഒരു പ്രസന്റ് മൊമെന്റ് ആണ് നമുക്ക് ഉള്ളത്. നാളെ ഒരു മൊമെന്റ് എന്താണെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതുപോലെ നമ്മുടെ ഫസ്റ്റ് ഓൾറെഡി കഴിഞ്ഞു. അതിനിപ്പോ നമ്മൾ ചിന്തിച്ചത് കൊണ്ട്, നമ്മൾ ടെൻഷൻ അടിച്ചത് കൊണ്ട്, സങ്കടപ്പെട്ടത് കൊണ്ട് പാസ്റ്റിന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അത് ആ ഒരു ആക്ഷൻ ഫിനിഷ് ആയതാണ്. അപ്പൊ അത് ഈ പ്രസന്റിൽ വെച്ചിട്ട് പാസ്റ്റിലെ ആക്ഷനെ ചേഞ്ച് ചെയ്യാനൊന്നും നമുക്ക് സാധിക്കില്ല. അപ്പൊ അതേക്കുറിച്ച് ആലോചിച്ച് നമുക്ക് പ്രസന്റിലുള്ള ആ ഒരു മൊമെന്റ് ആണ് നമുക്കുള്ള ആ ഒരു മൊമെന്റ് ആണ് നമുക്ക് നഷ്ടം. അതായത് പാസ്റ്റിനെ ചിന്തിച്ചുകൊണ്ട് പ്രസന്റും ഇല്ലാതാക്കും. അല്ലെങ്കിൽ ഇപ്പോ നമുക്കുള്ള ഫ്യൂച്ചർ എങ്ങനെ പവർഫുൾ ആക്കാം, അല്ലെങ്കിൽ ഹാപ്പി ആക്കാം എന്ന് ആലോചിച്ച് പ്രസന്റ് ഇല്ലാതാക്കുന്നു. ഒരിക്കലും അപ്പൊ നമുക്ക് വേണ്ട, നമുക്കിപ്പോ നമ്മുടെ കയ്യിലുള്ള ആ നിമിഷത്തെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. മൈൻഡ്ഫുൾനെസ് ഈസ് നോട്ട് സ്റ്റോപ്പിംഗ് തോട്ട്സ്, ഈസ് നോട്ടീസിങ് ദം. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിലൂടെ തോട്ട്സ് വന്നു പോയിക്കൊണ്ടിരിക്കും.
ആ തോട്ട്സിനെ സ്റ്റോപ്പ് ചെയ്യുകയല്ല, അതിനെ നമ്മൾ നോട്ടീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും ആ ഒരു നമ്മളിപ്പോ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോഴാണെങ്കിലും ഒരു തോട്ട് വന്നു, ആ തോട്ടിനെ നമ്മൾ ലീവ് ചെയ്യുക, വിട്ട് കളയുക. നമ്മൾ ആ തോട്ടിന്റെ പുറകെ വീണ്ടും വീണ്ടും പോകുമ്പോഴാണ് ആ ഒരു തോട്ടിൽ നിന്ന് അടുത്ത തോട്ട് അങ്ങനെ പോകുന്നത്, ചെയിൻ ആയിട്ട് വരുന്നത്. നമ്മൾ ജസ്റ്റ് എന്താണ്, ആ ഒരു തോട്ട് വരുന്നു, നമ്മൾ ലീവ് ചെയ്യുന്നു. മിക്കവർക്കും സംഭവിക്കുന്നത് ഒരു തോട്ട് വരുമ്പോ, അയ്യോ എനിക്ക് ഇങ്ങനെ ഒരു തോട്ട് വന്നല്ലോ, ഈ തോട്ട് വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഞാൻ തോട്ട്സ് എല്ലാം റിമൂവ് ചെയ്ത് ഒന്ന് ഇരിക്കാനാ നോക്കുന്നത്. ഇപ്പൊ എന്റെ മൈൻഡിലേക്ക് തോട്ട്സ് വരികയാണല്ലോ, അതിനെക്കുറിച്ച് ആലോചിച്ച് കൂടുതൽ കൂടുതൽ നമ്മൾ ഓവർ തിങ്ക് ചെയ്യും. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ മൈൻഡിലേക്ക് തോട്ട്സ് വരാം, അത് സ്റ്റോപ്പ് ചെയ്യല്ല. തോട്ട്സ് ജസ്റ്റ് വരുന്ന പോലെ നമ്മൾ അതിനെ വിടുന്നു. അതാണ് മൈൻഡ്ഫുൾനെസ്. വൈ മൈൻഡ്ഫുൾനെസ് മാറ്റേഴ്സ്? നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനും നമ്മുടെ ഫോക്കസ് കൂട്ടാൻ, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ ബാലൻസ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ERA ആണ്. ERAക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സംഭവമാണ് മൈൻഡ്ഫുൾനെസ്. നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഓൾറെഡി ഉള്ള ട്രോമാസ് കാര്യങ്ങൾ അതിലെല്ലാം ഒന്ന് സെറ്റാക്കി നമ്മുടെ ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കഴിയുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ദിവസവും എല്ലാ ദിവസവും നമ്മൾ സംസാരിക്കുന്നതാണ്, നമുക്ക് ഓരോ ഇൻസിഡന്റ് വരുമ്പോൾ നമ്മൾ അറിയാതെ റിയാക്ട് ചെയ്ത് പോകുന്നു. റെസ്പോൺസ് ചെയ്യണം, പോസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാലും അറിയാതെ റിയാക്ട് ചെയ്തു പോകുന്നു എന്നുള്ളൊരു പരാതി എല്ലാവരും പറഞ്ഞു. ഈ പരാതി ഉണ്ടാകുന്നത് നമുക്ക് നമ്മുടെ ഈ പാസ്റ്റ് ട്രോമാസും കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിനെ അസ്വസ്ഥമാക്കുമ്പോഴാണ്. ഈ മൈൻഡ്ഫുൾനെസ്സിലൂടെ നമ്മുടെ മൈൻഡ് നല്ല കാമായിട്ട് ഇരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ അവിടെ ഈ ഒരു സംഭവം റിയാക്ട് ചെയ്യാതെ ഒരു കാര്യത്തിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ഫോക്കസ് ഇംപ്രൂവ് ചെയ്യാനും, നമ്മുടെ സെൽഫ് അവയർനെസ്, നമ്മൾ എന്താണ്, നമ്മുടെ പ്രോബ്ലം എന്താണ്, നമുക്ക് എവിടെയാണ് ഇമോഷണലി നമ്മൾ പെട്ടെന്ന് ഇതാകുന്നത്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് ക്ലിയർ ആക്കാൻ ഈ മൈൻഡ്ഫുൾനെസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി വലിയ കാര്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു പീസ് ഓഫ് ചോക്ലേറ്റ്, അത് നമ്മുടെ ആ ഒരു ചോക്ലേറ്റ് വായിലിടുമ്പോൾ നമ്മുടെ ആ എന്താണ് നാവിൽ വരുന്ന ആ ഒരു സോഫ്റ്റ്നെസ്, അത് അലിഞ്ഞു ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടേസ്റ്റ്, അത് ഇറങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്വാദിന്റെ ഇത് നമ്മൾ അനുഭവിക്കുക. ഇത്രയേ ഉള്ളൂ മൈൻഡ്ഫുൾനെസ്. നമുക്കൊരു ചായ കുടിക്കാം, ആ ചായ കുടിക്കുമ്പോഴെന്താണ്, ഓരോ സിപ്പ് ചായ കുടിക്കുന്നു. ആ ചായ കുടിക്കുമ്പോൾ സാധാരണ നമ്മൾ ആലോചിക്കുന്നത് ചായ കുടി കഴിഞ്ഞാൽ ഇന്ന് എങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം, ഇന്ന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്തിനൊക്കെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം, ഇന്ന് എത്ര മണിക്ക് പോകണം, ഇങ്ങനെ മറ്റുള്ളവർ നമ്മുടെ അടുത്ത് പറഞ്ഞതിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇന്ന് സോൾവ് ചെയ്യണം. അപ്പൊ അത് ഒരിക്കലും എന്താണ് മൈൻഡ്ഫുൾനെസ് ആയിട്ട് നമ്മൾ ചായ കുടിക്കുന്നതല്ല. പകരം ആ സിപ്പ് എടുക്കുമ്പോൾ നമ്മൾ ചൂട് ചായ ആണെങ്കിൽ ആ ചൂട് നമ്മുടെ നാവിൽ ടച്ച് ചെയ്യുന്നതും, നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എന്താണ് ചായ ഇതിലൂടെ ഒഴുകുമ്പോൾ ആ പോകുന്ന ആ ഒഴുക്ക് അത് നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. അത് പൂർണ്ണമായും അനുഭവിച്ചറിഞ്ഞ് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് മൈൻഡ്ഫുൾനെസ്. ഈവൻ മൈൻഡ്ഫുൾനെസ് ബ്രീത്തിങ്, നമ്മൾ എന്താണ് ഏറ്റവും ഈസിയാണ് മൈൻഡ്ഫുൾനെസ് ബ്രീത്തിങ്, പക്ഷെ വളരെ പവർഫുൾ ടൂള് കൂടിയാണ് മൈൻഡ്ഫുൾനെസ് ബ്രീത്തിങ്. നമ്മൾ ജസ്റ്റ് ബ്രീത്ത് ചെയ്യുക. ബ്രീത്ത് ചെയ്യുമ്പോൾ ആ ഒരു തണുത്ത കാറ്റ് നമ്മുടെ മൂക്കിന്റെ ഉള്ളിലൂടെ കടന്ന് അത് ആ ശ്വാസകോശത്തിൽ എത്തുന്നതും ആ വികസിക്കുന്നതും ആ എല്ലാ കാര്യങ്ങളും ഒന്ന് അനുഭവിക്കുക. അതുപോലെ എന്താണ് ഉള്ളിൽ നിന്ന് തിരിച്ചു വരുമ്പോ എന്താ, ഉള്ളിലേക്ക് പോകുന്നത് തണുത്തതായിരിക്കും, തിരിച്ചു വരുമ്പോ എന്താ കുറച്ച് ചൂടുള്ളൊരു വായുവായിരിക്കും. ആ ഒരു ചൂട് പോലും നമുക്ക് നമ്മുടെ മൂക്കിൽ ഫീൽ ചെയ്യുക. മൂക്കിന്റെ തുമ്പത്തോടെ പുറത്തേക്ക് വരുമ്പോ ആ വരുന്ന ആ ഒരു ഫീലിംഗ് നമ്മൾ അറിയുക. അതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇങ്ങനെയുള്ള ഈ മൈൻഡ്ഫുൾനെസ്സിലായിട്ട് നമ്മൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യും. നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല പല പ്രോബ്ലംസിനെ കുറിച്ച്, ഇന്ന് ചെയ്യാനുള്ളതിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ വറി ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ് അത് ഇൻക്രീസ് ചെയ്യും. നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കേണ്ടെന്നല്ല, നമ്മളിപ്പോ ഇന്നത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ടു ഡു ലിസ്റ്റ് എഴുതി, അവിടെ ഫിനിഷായി, ഇത്ര കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അത് ഇന്ന സമയത്ത് ചെയ്യും, അവിടെ ഫിനിഷായി. അതേക്കുറിച്ച് വെറുതെ നമ്മൾ
ഓവർ തിങ്ക് ചെയ്തത് കൊണ്ട് പ്രയോജനമില്ല. ടു ഡു ലിസ്റ്റ് എഴുതി നമ്മൾ ചെയ്യേണ്ട ടൈം സെറ്റ് ചെയ്തു, ഓക്കെ, ഫിനിഷ്. പിന്നെ എല്ലാ ടൈമും അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ടല്ലല്ലോ പ്രയോജനം. നമുക്ക് ചെയ്യേണ്ട ആക്ഷൻ ചെയ്യേണ്ട ടൈമിൽ ആക്ഷൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതേക്കുറിച്ച് ഓവറായിട്ട് ചിന്തിക്കാതെ വരുമ്പോൾ നമ്മുടെ സ്ട്രെസ് കുറയും. അതുപോലെ നമ്മൾ ഒരു കാര്യത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ചായ കുടിക്കുമ്പോൾ ചായ കുടിക്കുന്നത്, അല്ലെങ്കിൽ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ചോക്ലേറ്റ് കഴിക്കുന്നത്, ഒറ്റ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഫോക്കസ്. പലരും പറയുന്ന ഒരു കാര്യമാണ്, അയ്യോ ഞാൻ അത് മറന്നുപോയി, ഞാൻ ഇത് മറന്നുപോയി. നമ്മൾ ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ച കാര്യമായിരിക്കും, പലപ്പോഴും നമുക്ക് വിട്ടു പോകുന്നത്. നമ്മുടെ മൈൻഡ് എന്താണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ഇൻവോൾവ് ആവുമ്പോൾ നമ്മൾ അത് വിട്ടു പോകുന്നതാണ്. പക്ഷെ നമ്മളിങ്ങനെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോക്കസ് കൂടുകയും ഈ മറവി എന്ന് പറയുന്ന കാര്യം, വിട്ടുപോകുക എന്ന് പറയുന്നത് കുറയാനുള്ള ചാൻസ് കൂടും. നമ്മുടെ ഇമോഷൻസ് ബാലൻസ് ചെയ്യാനും നമ്മളെ തന്നെ നല്ല രീതിയിൽ അവെയർ ആകാനും അത് ഹെൽപ്പ് ചെയ്യും. ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു, ശ്ലേഖ മാം, എനി ഡൗട്ട്? സോറി മാം, ഞാനിപ്പോ ജോയിൻ ചെയ്തതേ ഉള്ളൂ. ആണല്ലേ, ഞാൻ ഓർത്തു എന്തോ സംസാരിക്കുന്നതാണെന്ന് വിചാരിച്ചിട്ടാ ചോദിച്ച, ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമ്മൾ ഇന്ന് മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് പ്രസന്റ് മൊമെന്റിൽ നമ്മൾ ജീവിക്കുക, അതാണ് മൈൻഡ്ഫുൾനെസ്. അപ്പൊ എന്താണ് മൈൻഡ്ഫുൾനെസ് എന്ന് വരെ പറഞ്ഞു. ഈ മൈൻഡ്ഫുൾനെസ് അല്ല, പലർക്കും പല തെറ്റിദ്ധാരണകളുണ്ട്. അപ്പൊ അതെന്താണെന്നുകൊണ്ട് നമുക്ക് നോക്കാം. പലരും മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ അതൊരു റിലീജിയൻ ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ ഇന്ന മതത്തിൽ ഉള്ളതാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു പോസിറ്റീവ് തിങ്കിങ് ആണ്, നമ്മുടെ തോട്ട്സിനെ കൺട്രോൾ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യുന്നതാണ് എന്നൊക്കെ പലരും തെറ്റായി ധരിക്കാറുണ്ട്. ഒന്നുമല്ല, ഏതൊരു മതക്കാർക്കും നമ്മുടെ മനസ്സിനെ ഒന്ന് കാമായിട്ട് വെക്കുക, പ്രസന്റ് മൊമെന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് ആ വരുന്ന തോട്ടുകളെ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക, ലീവ് ചെയ്യുക. അത്രേ ഉള്ളൂ മൈൻഡ്ഫുൾനെസ്സിൽ പറയുന്നത്. അതായത് ആ കറന്റ് മൊമെന്റിൽ ഇപ്പൊ നമുക്ക് ഒരുപാട് തോട്ട്സ് മൈൻഡിലേക്ക് വരില്ല. നമ്മൾ ഏറ്റവും വലിയ സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ എന്താ, നമ്മളൊരു ചോക്ലേറ്റ് നുണയുകയാണെങ്കിൽ ആ കഴിക്കുമ്പോൾ അതിന്റെ ടേസ്റ്റിലും ആ ഒരു നാവില് ടച്ച് ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു ടച്ചിങ്ങിലും ആ ഒരു ഫീലിങ്സിലും നമ്മൾ ഇരിക്കുന്നതാണ് മൈൻഡ്ഫുൾനെസ്. അതിന് ഒരിക്കലും ഇന്ന റിലീജിയനായിട്ട് ബന്ധോ കാര്യങ്ങളോ ഒന്നുമില്ല. മൈൻഡ്ഫുൾനെസ് തിങ്കിങ്ങിൽ നമുക്കൊരു പോസിറ്റീവ് തിങ്കിങ് ആയിട്ട് മാത്രം, അതൊരു മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുക മാത്രമാണ്, അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു ഗ്ലാസ് ചായ കുടിച്ചാൽ അതും നമുക്ക് എന്താണ് മൈൻഡ്ഫുൾനെസ് ആയിട്ട് ചായ കുടിക്കാവുന്നതേ ഉള്ളൂ. ഇതിന്റെ എന്താണ് ഒരു പോസിറ്റീവ് തോട്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതുപോലെ നമ്മുടെ തോട്ടിനെ കൺട്രോൾ ചെയ്യുക, യാതൊരു വിധത്തിലും കൺട്രോൾ ചെയ്യുന്നില്ല. വരുന്ന തോട്ടിനെ നമ്മൾ അതുപോലെ തന്നെ ലീവ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അതുപോലെ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോബ്ലംസിനെ അവോയ്ഡ് ചെയ്യുകയാണ് എന്നൊക്കെയുള്ള തെറ്റായ ധാരണകളുണ്ട്. ഇതൊന്നും മൈൻഡ്ഫുൾനെസ്സിൽ പെടുന്നത് അല്ല. മൈൻഡ്ഫുൾനെസ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സ്കിൽ എന്ന് പറഞ്ഞ സ്റ്റേയിങ് പ്രസന്റ്. ഇപ്പോ ഗ്രൂപ്പിലുള്ള എല്ലാവരും ജസ്റ്റ് നിങ്ങളുടെ ഇപ്പോഴത്തെ തോട്ട് എന്താണെന്നൊന്ന് എഴുതാവോ? ഇപ്പോ മനസ്സിലുള്ള തോട്ട് ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കുക, എന്നിട്ടൊന്ന് ചിന്തിക്കുക. സത്യസന്ധമായിട്ട് എഴുതണം, എന്താണ് ഇപ്പൊ മനസ്സിലുള്ള തോട്ട്. വിനോദ് കുമാർ സാറേ, ഒന്ന് പറയാമോ ഇപ്പൊ എന്താണ് സാർ എഴുതിയത്? സാർ എന്തോ കാര്യമായിട്ട് എഴുതുന്നുണ്ടായിരുന്നു. എനിക്ക് പണി തന്നതാണല്ലേ? പണി തന്നതല്ല, സാർ എഴുതുന്നുണ്ടായിരുന്നു ചോദിച്ചതാണ് ഞാൻ കാര്യമായിട്ട്. എഴുതാൻ പറഞ്ഞുകൊണ്ട് എഴുതിയ കാര്യം ഇനിയെല്ലാം ഇല്ല, എല്ലാരും എഴുതുന്നുണ്ടായിരുന്നു, ഞാൻ ചുമ്മാ ചോദിച്ചെന്നുള്ളൂ. അല്ലല്ല, ഞാൻ വെറുതെ പറഞ്ഞ ഒരു തമാശക്ക് പറഞ്ഞതാണ്. അതായത് ഇനി ചെയ്യുന്ന എല്ലാം മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യണം എന്നാണ് എനിക്ക് ചെയ്യുന്നതെല്ലാം മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യും. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു സർ. രേണുക മാം ഒന്ന് പറയാവോ എന്താണ് മാം എഴുതിയത്? മാഡം, ഞാൻ കുറെ എഴുതിയിട്ടുണ്ട്. എന്റെ മാർച്ചിന്റെ തിരക്കില് ഇവിടെ ക്ലാസ്സും ചിന്ത വേറെയാ. മാഡം പറയുന്ന ഫുള്ള് ഇപ്പൊ എനിക്കാണ് ഫീൽ ചെയ്യുന്നത്. കൊറേ ഡ്യൂ ലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് രാത്രി ചെയ്യണ്ടേ. അപ്പൊ ഇപ്പം ക്ലാസ് കേൾക്കുക എന്നുള്ളതാണ് ഞാൻ എഴുതിയത്.
ചെയ്യേണ്ടത് പിന്നെ ക്ലാസ്സിൽ ചെയ്യുന്നുള്ള. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. വിനോദ് കുമാർ സാറിന്റെയും രേണുക മാമിന്റെയും തോട്ട്സ് ഒന്ന് നോക്കിക്കേ. വിനോദ് കുമാർ സാറ് പറഞ്ഞ വേർഡ്സ് ഒന്നുകൂടെ ഒന്ന് പറയാവോ? അതായത് ഇനിയും നമ്മൾ മാഡം പറഞ്ഞത് ശരിയാണ്. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മൾ പ്രസന്റിലല്ല ചെയ്യുന്നത്. നമ്മൾ ചെയ്യുമ്പം വേറെ പല ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടി പോയിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് എ ഫാക്ട്. എനിക്കും ഫീൽ ചെയ്യുന്നുണ്ടത്. അപ്പൊ ഇനിയിപ്പോ ഈ മാഡം ഇതിപ്പോ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മൈൻഡ്ഫുൾ ആയിട്ട് ഇനിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം, ഇനി അങ്ങോട്ട് ചെയ്യുന്നതല്ല. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. വിനോദ് കുമാർ സാറ് അപ്പോഴും ഫ്യൂച്ചറിനെ കുറിച്ചാണ് ചിന്തിച്ചത്. ഞാൻ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങള് മൈൻഡ്ഫുൾനെസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അത് ഒരു നല്ല ഉദ്ദേശം തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ രേണുക മാമും അവിടെ ഒരു പറഞ്ഞത് പാസ്റ്റിലെ കാര്യങ്ങള് ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവിടെ ലാസ്റ്റ് രേണുക മാം ഒറ്റൊരു കാര്യം പറഞ്ഞു, ഞാൻ ഇപ്പോ ഈ ക്ലാസ്സിൽ ശ്രദ്ധിക്കാം. പ്രസന്റ്, അതായത് നമ്മൾ എന്താണോ പ്രസന്റിലുള്ളത് അതിൽ അവെയർ ആവുക. നമുക്ക് പലപ്പോഴും പറ്റുന്നത് ക്ലാസ്സിൽ കയറുമ്പോൾ പഴയ ചെയ്യാനുള്ള ടു ഡു ലിസ്റ്റിനെ കുറിച്ചും മറ്റും ചിന്തിക്കുന്നു, പാസ്റ്റ് ആണ്. വിനോദ് സാറ് പറഞ്ഞു ഫ്യൂച്ചർ. ഇത്രയും നാളും ഞാൻ പലപ്പോഴും ചെയ്യുമ്പോൾ ഇതായി പോകുന്നു. ഇനി ഫ്യൂച്ചറിൽ ഞാനത് സെറ്റ് ആക്കാം. നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഫോക്കസ് കൂടുതൽ എന്താണ്, ഒന്നല്ലെങ്കിൽ പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ. പാസ്റ്റ് നമുക്ക് എന്താണ് ഒരു എന്താണ് വിഷമോ സങ്കടമോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഫ്യൂച്ചർ ആവുമ്പോ ആങ്സൈറ്റി, ഇനി അത് നടക്കുമോ എന്നുള്ളൊരു ടെൻഷൻ കാര്യങ്ങളിലേക്ക് പോകും. പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്നത് നമ്മൾ ചെയ്യുന്ന ഈ ഒരു മൊമെന്റ് ആണ്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു പാസ്റ്റ് കഴിഞ്ഞു പോയി, നടപടിയില്ല ഇനി അതിൽ ചേഞ്ച് വരുത്താൻ. കാരണം ക്ലാസ്സിൽ ഇരുന്നപ്പോൾ, ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ ഇരുന്നപ്പോൾ തലേ ദിവസത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് കുറച്ച് പോർഷൻസ് വിട്ടുപോയി. അതേക്കുറിച്ച് ആലോചിച്ച് ഈ കറണ്ട് മൊമെന്റിൽ പറയുന്ന പോർഷൻസ് കൂടെ വിട്ടുപോകുമ്പോൾ എന്താണ്, അത് നമുക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. അതുപോലെ ഫ്യൂച്ചർ, നാളെ ഇപ്പോ നമ്മുടെ അവസ്ഥ എന്താണ്, നമ്മൾ എന്താണ് ആ ഒരു ടൈമിൽ ചെയ്യുന്നത് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളുടെ ചിലപ്പോൾ എന്താണ് എല്ലാ കാര്യങ്ങളും എൻ്റർലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ആ ഡിഫറെന്റ് ടൈമിൽ അവിടെ എന്താണ് സ്യൂട്ടബിൾ എന്ന് വെച്ചാൽ അതായിരിക്കും നമുക്ക് ചെയ്യാൻ ബെസ്റ്റ്. അല്ലാതെ നാളത്തെ അവിടെയുള്ള സംഭവം, ഇപ്പൊ കറന്റ്ലി നമുക്ക് വാറ് വന്നു, LPGയുടെ ഷോർട്ടേജ് വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു മാസം മുമ്പ് ഈ കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. അപ്പൊ ആ LPGയുടെ ഷോർട്ടേജും കാര്യങ്ങളൊക്കെ വന്നത് ഇപ്പോഴാണ്. വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ പ്രസന്റ് മൊമെന്റിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, 24 അവറും ഇപ്പോ അതേക്കുറിച്ച് ചിന്തിച്ചത് കൊണ്ട് നമുക്ക് എന്താണ് ലൈഫിൽ ഒരു എന്താണ് ബെനിഫിറ്റ് ഉണ്ടാവില്ല. ഹെൽപ്സ് റെഡ്യൂസ് ഓവർ തിങ്കിങ്. നമ്മൾ ഇതുപോലെ ഓവറായിട്ട് ചിന്തിക്കുന്നത്. ഇപ്പോ അവിടെ വാറ് തുടങ്ങി, ഇപ്പൊ LPGയുടെ പ്രശ്നം വന്നു, ഇനി പെട്രോൾ ഇഷ്യൂസ് ആണ്, ഇനി നമുക്ക് ട്രാവലിംഗ് പ്രശ്നമായിരിക്കും, നമ്മൾ എവിടെയെങ്കിലും ലോങ് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാകും. ഇതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ടെന്നല്ല, നമുക്കിപ്പോ ഇങ്ങനെ ഒരു സിനാരിയോ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങള് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, അതിന് നമ്മൾ ഇതാണ് അതിന്റെ സൊല്യൂഷൻ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ ആണെങ്കിൽ പിന്നെ എല്ലാം ഈ പറഞ്ഞ പോലെ ഇനി നെക്സ്റ്റ് വേറെ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നൊന്നും നമുക്ക് ഇപ്പൊ അത് നിൽക്കുമോ മുന്നോട്ട് പോകുമോ ഒന്നും നമുക്ക് എന്താ പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ കാര്യത്തിൽ എന്ത് സൊല്യൂഷൻ ആണോ വേണ്ടത് ആ സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുക. അല്ലാതെ നമ്മൾ എന്താണ് അതേക്കുറിച്ച് ഓവറായിട്ട് തിങ്ക് ചെയ്ത് നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മുടെ ബോഡിയിലുള്ള എന്താണ് പ്രഷർ കൂട്ടുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. പാടല്ലേ അത്? എന്താണ് പറയാൻ പെട്ടെന്ന് പറ്റുമല്ലോ, പക്ഷെ ഭയങ്കര പാടല്ലേ അങ്ങനെ മാറ്റാനായിട്ട് അങ്ങനെയാണ് തോട്ട്സ് ഒക്കെ? നമ്മൾ ബൈ പ്രാക്ടീസ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു കാര്യം മാത്രം പ്രാക്ടീസ് ചെയ്തതുകൊണ്ട്, മൈൻഡ്ഫുൾനെസ് മാത്രം പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് സാധിക്കില്ല. നമ്മൾ ആദ്യം കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പായിരുന്നു നമ്മൾ പറഞ്ഞു വന്നത്. അപ്പൊ നമ്മൾ 7ാമത്തെ ക്ലാസ് ആയപ്പോഴാണ് നമ്മൾ എന്ത് പറഞ്ഞത്, മൈൻഡ്ഫുൾനെസ് പറഞ്ഞു. അതിനു മുമ്പ് ജേർണലിംഗ് പറഞ്ഞു, ഓരോ സ്റ്റെപ്പും പറഞ്ഞു. ഇത് ഓരോന്നും നമ്മൾ ആകെ ഈ ഒരു മൈൻഡ്ഫുൾനെസ് കേട്ടിട്ട് ഈ മൈൻഡ്ഫുൾനെസ് മാത്രം എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ആകാം, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് ആരും വിചാരിക്കരുത്. ഈ പറഞ്ഞ പോലെ ഞാനും എന്റെ ക്യാരക്ടറൊക്കെ ആണെങ്കിൽ തന്നെ പണ്ട് പെട്ടെന്ന് പ്രതികരിക്കുന്ന, വളരെ എന്താണ് പെട്ടെന്ന് ദേഷ്യം വരുന്ന അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. അത് കഴിഞ്ഞ് ആ ക്യാരക്ടർ ഒരിക്കലും നമ്മള്
നമ്മൾ സംസാരിക്കുന്നതാവട്ടെ, പറയുന്നതാവട്ടെ, നമ്മുടെ പ്രവൃത്തികളാവട്ടെ, ഓരോ ദിവസം കൂടുമ്പോഴും ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഈ ഒരു 7 ദിവസത്തെ ക്ലാസ് എടുത്തു. അപ്പൊ ഞാൻ എന്നും ഞങ്ങളുടെ ഗ്രൂപ്പ് മീറ്റിംഗിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഇതിൽ ഏറ്റവും ശരിക്കും പഠിക്കുന്ന ആളാരാന്നറിയാമോ? ഒന്ന് ഗസ് ചെയ്തിട്ട് പറയാൻ പറ്റുമോ ഈ ക്ലാസ്സിൽ ഏറ്റവും നല്ല പഠിതാവ് ആരാണ്? വിനോദ് സാറേ പറഞ്ഞോ. ഈ ക്ലാസ്സിലെ ഏറ്റവും നല്ല സ്റ്റുഡന്റ് നമ്മുടെ മേരി കുഞ്ഞു മാഡം. മേരി കുഞ്ഞു മാഡം. ഞാൻ സമ്മതിച്ചു തരില്ല. I think teaching is the best way to learn. So യെസ്, ഞാനാണ് ഈ ക്ലാസ്സിലെ ഏറ്റവും നല്ല സ്റ്റുഡന്റ്. എന്നാ പറഞ്ഞേ? അത് പറയാൻ Thank you. പറ്റില്ലല്ലോ, സ്റ്റുഡന്റ് അല്ലല്ലോ. യു ആർ ദി പറയാല്ലേ? ഇല്ല, ടീച്ചറാണ്, Student- ടീച്ചറുടെ പൊസിഷനിലാണ്. അപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല. ടീച്ചറിന്റെ പൊസിഷനിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. അത് ആദ്യം ഈ പറ- ഒരു കോഴ്സിന് വേണ്ടിയിട്ടുള്ള ബുക്കുകൾ ക്രിയേറ്റ് ചെയ്തു, ഇതെല്ലാം ചെയ്തു. പക്ഷെ ഈ അതന്നെ. ഓരോ ദിവസവും ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കുകയും എനിക്ക് പഠിപ്പിക്കുമ്പോൾ ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും എന്റെ ലൈഫിൽ ഞാൻ പ്രാവർത്തികമാക്കുന്നുണ്ട്. പണ്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഇങ്ങനെ പറയും തോറും അത് എന്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുകയും ഞാൻ എന്റെ ലൈഫിൽ അത് കൂടുതൽ പവർഫുൾ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ എന്റെ ഈ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെയധികം ഉയരും. ഇനി നെക്സ്റ്റ് അടുത്തൊരു ബാച്ച് വരുവാണെങ്കിൽ അവിടെ വീണ്ടും അത് കൂടുകയാണ് ചെയ്യുന്നത്. ബൈ പ്രാക്ടീസ്, നമ്മൾ ആ പറയുന്ന ആദ്യത്തെ മുതല്, അല്ലാതെ ഇടയിൽ ഒരു കാര്യം മാത്രം ചെയ്തിട്ട് എനിക്കിത് വർക്കൗട്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ലൈഫിലെ ഓരോ പ്രശ്നങ്ങളും ഇഷ്യൂസും ഒക്കെ ഇതാക്കി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ ഉറപ്പ് തരുന്നു നമുക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ്. ഞാൻ പെട്ടെന്ന് കരയുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് ഏറ്റവും കൂടുതൽ ഞാൻ ദേഷ്യപ്പെടുന്നത് എന്റെ അമ്മയുടെ അടുത്തായിരുന്നു. അപ്പൊ ആദ്യം ഞാൻ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞപ്പോ ഇതിനു മുമ്പ് ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോ ഈ ഒരു ഇതുകൊണ്ട് ഏറ്റവും എനിക്ക് ദേഷ്യപ്പെടാനോ ഏറ്റവും കൂടുതൽ എന്റെ ഇമോഷൻസ് കാണിക്കാൻ എനിക്ക് ഫ്രീഡം ഉള്ളത് ഞാൻ ഉമ്മച്ചിന്ന് വിളിക്കുന്നത് എന്റെ ഉമ്മച്ചിയുടെ അടുത്താണ്. കാരണം അവിടെ ഇപ്പൊ എനിക്ക് ദേഷ്യം വന്നാലും സങ്കടം വന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്നത് എന്റെ ഉമ്മച്ചിയുടെ അടുത്തായിരുന്നു. ഇപ്പൊ ഉമ്മച്ചി പറയും, നിനക്കും അതെ നിന്റെ ഫാദറിനും അതെ, എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ദേഷ്യം വരും. ഫാദറിന്റെ ആ ക്യാരക്ടർ എനിക്ക് കിട്ടിയതാണെന്നാണ് എന്റെ മദർ എന്റെ അടുത്ത് പറയുന്നത്. പക്ഷെ ആഫ്റ്റർ ഈ ഒരു കാര്യം കഴിഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി വളരെയധികം മാറിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇപ്പൊ പറയുമ്പോൾ ആദ്യത്തിൽ ചോദിക്കും ഇതൊക്കെ നടക്കുന്ന കാര്യം ആണോ എന്ന്. ആ ഒരു കാര്യം പയ്യെ നമ്മുടെ ലൈഫിൽ നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് ഒരു വിശ്വാസം വേണം. നമുക്ക് ഇതൊക്കെ നടക്കും എന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും, കാരണം ആ ഒരു വിശ്വാസം ഉള്ളപ്പോഴാണ് നമ്മൾ ഇതിൽ ഓരോ സ്റ്റെപ്പും ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ. ആ സ്റ്റെപ്പുകൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു നമ്മുടെ ലൈഫിൽ നല്ല മാറ്റം ഉണ്ടാകും. ക്ലാസ് കേട്ടത് കൊണ്ടല്ല, ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങൾ. അതായത് നമുക്കൊരു ട്രോമ വന്നു, നമ്മൾ ജേർണൽ ചെയ്തു, ആ ട്രോമ എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. നമുക്കൊരു സ്ട്രെസ് വന്നു, അപ്പൊ അതിന് വേണ്ട വരില്ല എന്നല്ല, ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, ഒരു ഇത് വന്നു, അതിന്റെ പോസിറ്റീവ് കാര്യങ്ങൾ എഴുതി, നെഗറ്റീവ് കാര്യങ്ങൾ എഴുതി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഓവർ തിങ്കിങ് ആണ്. ഒരു പ്രശ്നം വന്നു, അതേക്കുറിച്ച് ആലോചിച്ചാൽ ഇങ്ങനെ ആലോചിച്ച് പോകാം. ഒരു കാര്യം ആലോചിച്ച് രണ്ടാമത്തെ കാര്യം ആലോചിച്ച് ഇങ്ങനെ ആലോചിച്ച് പോകാം. അതാണ് ഓവർ തിങ്ക്. പകരം അതിന്റെ പോസിറ്റീവ് കാര്യങ്ങൾ എഴുതുന്നു, നെഗറ്റീവ് കാര്യങ്ങൾ എഴുതുന്നു. ഏതാണോ നമുക്ക് യൂസ്ഫുള്ള് ആ ഒരു എഴുത്തിലൂടെ നമുക്ക് വ്യക്തമായിട്ട് ക്ലിയർ ആവും. അത് കഴിഞ്ഞ് അതിലൊരു കാര്യം നമ്മൾ ചൂസ് ചെയ്യുന്നു, പിന്നെ നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ക്ലാരിറ്റി കിട്ടി. അപ്പൊ നമ്മളിങ്ങനെ ഓരോ ടൂൾസ് യൂസ് ചെയ്ത്, അല്ലാതെ ഇപ്പൊ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാനാണെങ്കിൽ ഏറ്റവും വലിയ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ചിന്തകളുടെ പുറകെ പോകുന്നതാണ്. സോഷ്യൽ മീഡിയ അഡിക്ഷനും ബാക്കിയുള്ള അഡിക്ഷനേക്കാളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓവർ തിങ്കിങ് ആണ് ഏറ്റവും വലിയ അഡിക്ഷൻ. ഒരു കാര്യം കിട്ടിയാൽ അതിന്റെ പുറകെ ഇങ്ങനെ പോകുന്നത് തന്നെയാണ് ഏറ്റവും വലിയ അഡിക്ഷൻ. അപ്പൊ ഈ മൈൻഡ്ഫുൾനെസ്സിലൂടെ നമുക്ക് എന്താണ് ഓവർ തിങ്കിങ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇപ്പൊ ഒരു കൗൺസിലർ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ള പ്രശ്നമാണ്, നമുക്ക് ക്ലയൻസ് വന്നു കഴിയുമ്പോൾ അവരവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു.
തുടക്കക്കാർക്ക് ഉണ്ടാവുന്നതാണ്. ആ ഒരു അവരുടെ സങ്കടങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമ്മളെ അത് ശരിക്കും വിഷമിപ്പിക്കും. പക്ഷെ കുറച്ച് നമ്മൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലുള്ള ടൂൾസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവരൊരു സങ്കടം വന്നു കഴിയുമ്പോൾ നമ്മളത് അതേ ഫീലോട് കൂടി അത് കേൾക്കുന്നു, അതിനുള്ള സൊല്യൂഷൻസ് നമ്മൾ സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുമല്ലോ അവർക്ക് തന്നെ. നമ്മൾ ഇതുപോലെ ടിപ്സും കാര്യങ്ങളും കൊടുക്കുമ്പോൾ, കാരണം ഒരാളുടെ സൊല്യൂഷൻ കണ്ടെത്താൻ ഏറ്റവും ആപ്റ്റായ വ്യക്തി ആ ആള് തന്നെയാണ്. അയാളുടെ അറ്റ്മോസ്ഫിയറും കണ്ടീഷൻസും വെച്ച് അയാൾക്കാണ് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുക. അതിനുള്ള ഒരു ഹെൽപ്പ് കൊടുക്കുക എന്നതാണ് ഒരു കൗൺസിലറിനെ കുറിച്ച് സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം. നമ്മളത് ചെയ്തു കൊടുക്കുന്നു. പക്ഷെ ഇപ്പൊ എൻ്റെ അടുത്ത് ഒരുപാട് സങ്കടമായിട്ട് പലരും വരാറുണ്ട്. അവർക്കൊക്കെ അതിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരിക്കലും അവരുടെ പ്രശ്നം ഞാൻ എന്റെ ലൈഫിലേക്ക് എടുത്ത് ഞാൻ സങ്കടപ്പെട്ടുകൊണ്ട് നടക്കാറില്ല. അത് ബൈ പ്രാക്ടീസ് ആണ്. അതുപോലെ നമ്മൾ ERA പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100% ഉറപ്പ് ഞാൻ തരുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ വെറും 7 ക്ലാസ് ആയിട്ടുള്ളൂ. നമ്മൾ 24 സെഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഓരോ ക്ലാസ്സിലും ഓരോ ടൂൾസ് ആണ് പറയുന്നത്. ഇതെല്ലാം ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇപ്പോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് തോന്നും, ഈ 24 കാര്യങ്ങളും ചെയ്ത് നമ്മുടെ സമയം പോകില്ല. ഇല്ല, പറയുന്ന കാര്യങ്ങളൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്. നമ്മൾ ലൈഫിൽ ചെയ്തുകൊണ്ട് പോകുന്നതാണ്. പക്ഷെ നമ്മൾ ആ ചെയ്യുന്ന രീതിക്കുള്ള മാറ്റം മാത്രമാണ് വേണ്ടത്. അപ്പൊ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ 100% ഉറപ്പ് പറയുന്നു, നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഇമോഷൻസ്, എന്ത് വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, ഒരുപാട് ഇഷ്യൂസിൽ നിന്നും സക്സസ് ആയ വ്യക്തികൾ. അവർക്ക് ഇഷ്യൂസ് ഇല്ലാത്തത് കൊണ്ട് സക്സസ് ആയതല്ല, പക്ഷെ അവർക്കത് കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരുന്നു. ബൈ യൂസിങ് ദീസ് ടെക്നിക്സ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഇമോഷൻസെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് പവർഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഇഷ്യൂസ് വരില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, അങ്ങനെ ഒരു വാക്ക് തരുന്നില്ല. അത് മാനേജ് ചെയ്യാൻ സാധിക്കും, അത്രമാത്രം. നിങ്ങളുടെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മൈൻഡ് എങ്ങോട്ടാണ് പോകുന്നത്? പാസ്റ്റിലേക്കാണോ ഫ്യൂച്ചറിലേക്കാണോ? അനി മാം, എങ്ങോട്ടാണ്? പാസ്റ്റ് ഫ്യൂച്ചർ? ഫ്യൂച്ചറാണ്. ഏറ്റവും കൂടുതൽ ഫ്യൂച്ചറിനേക്കാളാണ് ഓരോരുത്തർക്കും. വിമൽ സാർ എങ്ങോട്ടാണ്? ചോദിക്കുമ്പോ ആ കൺഫ്യൂഷൻ ആവാണല്ലോ, എല്ലാം ഉണ്ട്. നമുക്ക് ഒരുപാട് പാസ്റ്റ് ട്രോമാസ് ഹീൽ ചെയ്യാതെ കിടക്കുന്നവർക്ക് ആയിരിക്കും കൂടുതൽ പാസ്റ്റിലേക്ക് പോകുന്നത്. അപ്പൊ ആ ട്രോമാസ് കാര്യങ്ങൾ ഹീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാസ്റ്റിലേക്ക് നമ്മൾ മൈൻഡ് പോകുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മുടെ മൈൻഡിനെ നമ്മൾ ഓൾറെഡി ഒരു പ്രസന്റിൽ നിർത്തുമ്പോൾ എന്താണ്, ഫ്യൂച്ചറിലേക്ക് പോകാനുള്ള ടെൻഡൻസി കുറയും. അതായത് ഫ്യൂച്ചർ നമുക്ക് സക്സസ് ആക്കണമെങ്കിൽ ഫ്യൂച്ചറിലല്ല നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, നമ്മുടെ പ്രസന്റ് മൊമെന്റിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചർ സക്സസ് ആക്കാൻ പറ്റുള്ളൂ. പലർക്കും പറ്റുന്നത് ഫ്യൂച്ചറിലെ സക്സസിനെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ ആലോചന കാരണം പ്രസന്റിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോ ആ ഒരു പ്രസന്റ് മൊമെന്റ്, ഫ്യൂച്ചറിനെ കുറിച്ച് ആഗ്രഹിക്കുന്നവര് അവരുടെ മൈൻഡിലേക്ക് കൊണ്ടുവരേണ്ട ക്ലാരിറ്റി, ഞാൻ പ്രസന്റിൽ വർക്ക് ചെയ്താൽ മാത്രമാണ് എന്റെ ഫ്യൂച്ചർ സക്സസ് ആവുകയുള്ളൂ എന്നതാണ്. നമ്മൾ പറഞ്ഞ മൈൻഡ്ഫുൾനെസ്സിലെ ഫസ്റ്റ് കാര്യം സ്റ്റേ പ്രസന്റ്, നമ്മൾ പ്രസന്റിൽ നിൽക്കുക എന്നതാണ്. രണ്ടാമത് നമ്മുടെ തോട്ട്സ് ഒബ്സർവ് ചെയ്യുക. തോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വരുന്ന ഒരു തോട്ട്സ് ആയിരിക്കില്ല നെക്സ്റ്റ് മൊമെന്റ്. ഇപ്പൊ നമ്മൾ ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോൾ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാനാവട്ടെ ആരാവട്ടെ, നമ്മൾ പറയുന്ന നമ്മുടെ തോട്ട്സ് നമ്മുടെ നോളജും നമുക്ക് ഇത്രയും നാളും കിട്ടിയ എക്സ്പീരിയൻസുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. അത് ഓരോ ദിവസവും അതിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് കൂടിക്കൂടി വരും. ഞാൻ പണ്ട് ചിന്തിക്കുന്ന രീതിയിൽ വളരെ റിജിഡ് മൈൻഡ് ഉള്ളവർ ഒരു ചെറിയ രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. നമ്മുടെ നോളജ് കൂടുന്നതിനനുസരിച്ച്, കാരണം നമ്മുടെ നെല്ലിക്കയുടെ വലുപ്പത്തിലായിരിക്കും നമ്മുടെ നോളജ്, അത് എന്താണ്
കൂടുതൽ എക്സ്പീരിയൻസും കാര്യങ്ങളും കിട്ടുമ്പോൾ അത് വലുതായി വരും, വൈഡായിട്ട് വരുന്നു. ആ വൈഡായിട്ട് വരുന്നതിനനുസരിച്ച് നമ്മുടെ തോട്ട്സിന്റെ പാറ്റേണും മാറണം. നമ്മുടെ എക്സ്പീരിയൻസും നോളജും നമ്മുടെ തോട്ട്സിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോരുത്തരുടെയും തോട്ട്സ് ടെമ്പററി ആയിരിക്കും. ഇപ്പൊ നമ്മൾ തന്നെ ചിലർ പറയാറുണ്ട്, പണ്ട് ഈ ഇങ്ങനെ ഒരു അവസരം വന്ന ഞാൻ വളരെയധികം പൊട്ടിത്തെറിക്കുന്ന ആള്. ഇപ്പൊ ഞാൻ ഇല്ലേ, ഈ കൂട്ടത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്നതായിരിക്കും എക്സ്പീരിയൻസ് ആയിരിക്കും. പണ്ട് എന്റെ സ്വഭാവം അനുസരിച്ച് അല്ലേ, അങ്ങനെയുള്ള മെരുകുഞ്ഞു ഇല്ലേ, പണ്ട് ഞാൻ ഇത് കേൾക്കുമ്പോഴത്തേക്കും പൊട്ടിത്തെറിച്ചോണ്ടിരുന്ന, ഇപ്പൊ ഞാൻ കുറച്ചൊരു പൊട്ടിക്കുന്നത് പോലെ, സോഡ കുപ്പി പൊട്ടിക്കുന്നത് പോലെ. ആ ചന്ദ്രകല പണ്ട് സോഡ കൊട്ടി പൊട്ടുന്ന പോലെ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചോണ്ടിരുന്നതാണ്. ഇപ്പൊ ലൈഫ് എക്സ്പീരിയൻസും നമ്മുടെ നോളജും കാര്യങ്ങളും നമ്മളെന്താണ് അതിനെ മോൾഡ് ചെയ്യണം. ഈ പറയുന്ന തോട്ട്സ് ഇതൊന്നും ഒരിക്കലും എന്താണ് ഒരു ഫാക്റ്റ് അല്ല. നമ്മുടെ എക്സ്പീരിയൻസും, അതായത് ഓരോരുത്തരുടെ ലൈഫിൽ ഉണ്ടാവുന്ന എക്സ്പീരിയൻസും നോളജും അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ കൾച്ചറും അനുസരിച്ച് ഈ കാണുന്ന ഈ വരുന്ന തോട്ട്സിന്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരുടെ കാര്യങ്ങൾ, അവരുടെ ലൈഫിൽ പല കാര്യങ്ങളും കാണുമ്പോൾ അവർക്ക് അതൊരു നെഗറ്റീവോ പ്രശ്നമായിട്ടോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ പഴയ കാല ആളുകൾക്ക് അതെന്താണ് പലപ്പോഴും പ്രോബ്ലം ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്കത് ഒരിക്കലും ഇഷ്യൂ ആയിട്ട് ഫീൽ ചെയ്യാം. അവരുടെ തോട്ട്സിൽ അത് വരുന്നില്ല, നമ്മുടെ തോട്ട്സിൽ അത് വരുന്നു. സെയിം കാര്യം രണ്ട് രീതിയിലാണ് വരുന്നത്. അപ്പൊ അവർക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസും അവരുടെ നോളജും അനുസരിച്ച് ആ തോട്ട് എന്താണ് റൈറ്റ് ആണ്. പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ തോട്ടും അനുസരിച്ച് ആ ഒരു തോട്ട് എന്താണ് റോങ് ആണ്. അപ്പൊ നമ്മൾ എന്താണ് അതിനെ ഒബ്സർവ് ചെയ്യുക വിത്തൗട്ട് റിയാക്ടിങ്. പലപ്പോഴും തോട്ട്സ് എന്ന് പറയുന്നത് ടെമ്പററി ആണ്. അത് ആ ഒരു സമയത്തെ വെച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ തന്നെ ചിന്തിക്കുന്ന രീതി ഇന്നലെ ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല ഇന്ന് ചിന്തിക്കുന്നത്, അല്ലെ? എല്ലാം എപ്പോഴും ഒരേ രീതിയിലാണോ ചിന്തിക്കുന്നത്? അല്ലെ? നമ്മുടെ ചിന്തകൾ എന്താണ് ഓരോ ദിവസവും ചേഞ്ച് ആയിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. നമ്മുടെ നോളജ് മാറുന്നതനുസരിച്ച്, നമ്മുടെ എക്സ്പീരിയൻസ് മാറുന്നതിനനുസരിച്ച് നമുക്കൊരു ബാഡ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് അതുപോലത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിച്ച രീതിയിലായിരിക്കില്ല രണ്ടാമത് ആ ഒരു ഇൻസിഡന്റ് എടുക്കുന്നത്. കാരണം ആദ്യത്തെ എക്സ്പീരിയൻസിൽ നമ്മൾ കുറച്ച് നോളജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് വെച്ചിട്ടായിരിക്കും നമ്മൾ രണ്ടാമത് ആ സെയിം ഇൻസിഡന്റ് വരുമ്പോൾ നമ്മൾ അതിനെ നോക്കിക്കാണുന്നത്. അതായത് നമ്മുടെ മൈൻഡ് ഒരു സ്കൈ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അതിലുള്ള തോട്ട്സ് എന്ന് പറഞ്ഞാൽ ക്ലൗഡ്സ് ആണ്. തോട്ട്സ് വരും, അത് പാസ് ചെയ്ത് പോകും, പക്ഷെ ആ സ്കൈ റിമെയിൻസ്. നമ്മുടെ മനസ്സിലേക്ക് തോട്ട്സുകൾ വരാം, ആ ചിന്തകൾ വരുന്നത് വന്ന് പോകാം, പക്ഷെ നമ്മുടെ മൈൻഡ് എന്താണ് അത് അവിടെ അങ്ങനെ തന്നെ റിമെയിൻ സ്റ്റേറ്റ് നിൽക്കും. അപ്പൊ തോട്ട്സിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. ആ ഒരു തോട്ട്സിന്റെ പുറകെ പോകുമ്പോഴാണ് നമ്മൾ ആ തോട്ട്സിനെ വെച്ചിട്ട് വീണ്ടും ചിന്തിക്കുന്നു, വീണ്ടും ചിന്തിക്കുന്നു, വീണ്ടും ചിന്തിക്കുന്നു. അങ്ങനെ നമ്മൾ ചിന്തിച്ച് വരുമ്പോഴാണ് നമ്മൾ ആവശ്യമില്ലാത്തതും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടുന്നത്. അപ്പൊ നമുക്കിങ്ങനെ തോട്ട്സ് വരുമ്പോ നമ്മൾ ഒബ്സർവ് ചെയ്തു, എന്റെ മൈൻഡിലേക്ക് തോട്ട്സ് വരുന്നുണ്ട്, വന്നിട്ട് പോകുന്നു. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പ്രസന്റിൽ നിൽക്കുക, രണ്ടാമത് ഒബ്സർവ് ചെയ്യുക, വരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുമ്പോൾ ഇന്ന തോട്ട്സാ വരുന്നത്. ജസ്റ്റ് നിങ്ങളൊരു പേപ്പർ എടുക്കുക, അതൊന്ന് എഴുതുക. നമ്മൾ പഠിച്ച ടൂളാണ്, ജേർണലിൽ പഠിച്ചതല്ലേ ഓൾറെഡി. അപ്പൊ നമുക്ക് തന്നെ അറിയാമോ എന്റെ മനസ്സ് കുറച്ച് സ്ട്രെസ് ആണ്, അല്ലെങ്കിൽ എന്റെ മനസ്സിലേക്ക് ഒരുപാട് തോട്ട്സ് വരുന്നു എന്ന് തോന്നുമ്പോൾ ഒരു പേപ്പർ എടുക്കുക, ജസ്റ്റ് ഒന്ന് എഴുതുക. എഴുതുമ്പോ അവിടെ എന്ത് വരുന്നു? ക്ലാരിറ്റി വരുന്നു. അപ്പൊ ഈ ഒരു പ്രശ്നങ്ങൾ ഓൾറെഡി സ്ട്രെസ് വരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നു എന്ന് തോന്നുമ്പോൾ നമ്മൾ ഈ ടൂൾസ് യൂസ് ചെയ്ത് അതിനെ എല്ലാം ഒക്കെ ആക്കി വെക്കുമ്പോ നമ്മുടെ മൈൻഡ് എന്താണ് വളരെ സ്ട്രോങ് ആണ്. നമ്മളിപ്പോ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടി അരമണിക്കൂർ എക്സസൈസ് ചെയ്യുന്നു, ജിമ്മിൽ പൈസ കൊടുത്ത് ജിമ്മിൽ പോകുന്നു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ അതിന് വേണ്ട ഫുഡ് പ്രോപ്പർ ഡയറ്റീഷ്യനെ നോക്കി ഈ ഫുഡ് കഴിച്ചാൽ അത് ഹെൽപ്പ് ചെയ്യും, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ മൈൻഡിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യവും ചെയ്യുന്നില്ല. അപ്പോ
മൈൻഡിന് വേണ്ടിയിട്ടുള്ള കാര്യം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. നമ്മുടെ ലൈഫിൽ ആ ലൈഫ് സ്റ്റൈലിൽ അനുസരിച്ച് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ ഒരുപാട് എല്ലാ ദിവസവും പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ടാവണമെന്നില്ല. ഒരു ദിവസം ഒരു പ്രോബ്ലം വന്നു, ജസ്റ്റ് ജേർണലിംഗ് നമ്മൾ അവിടെ ചെയ്യുക. ഓൾറെഡി എന്തെങ്കിലും പാസ്റ്റ് ട്രോമാസ് ഉണ്ടെങ്കിൽ അത് ഒരു പ്രാവശ്യം ജേർണൽ ചെയ്ത് ആ ട്രോമ നമ്മൾ നീക്കം ചെയ്താൽ പിന്നീടും അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യണ്ട, വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഫിനിഷായി. അതൊന്നും ചെയ്യാതെ ഇതെല്ലാം കൂട്ടി 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 വെച്ച് ഒരു പ്രഷർ കുക്കറായിട്ട് ഇരിക്കുന്ന ഒരു സംഭവത്തിനോട് പോയിട്ട് പറയില്ലേ, പോത്തിനോട് വേദാന്തം ഓതിയിട്ട് കാര്യമില്ല എന്ന് പറയും പോലെ ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. എന്നിട്ട് എനിക്ക് റിയാക്ട് ചെയ്യാൻ ഇരിക്കാൻ സാധിക്കുന്നില്ല ആ സമയത്ത്. കാരണം ആ സമയത്ത് നമ്മളുടെ ഈ പാസ്റ്റ് കാര്യങ്ങളും നമ്മുടെ മൈൻഡ് ഒത്തിരി കാര്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിലാണ് പ്രതികരിക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ ഇതെല്ലാം നമ്മൾ ഓൾറെഡി എന്താണ് നല്ല രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും പ്രശ്നം ഉണ്ടാവില്ല. ജസ്റ്റ് നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. നിങ്ങളുടെ ജസ്റ്റ് കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് കണ്ണുകൾ അടച്ചിട്ട് എന്ത് തോട്ട്സ് ആണ് നിങ്ങളുടെ മൈൻഡിൽ വരുന്നത്, തോട്ട്സിനെ കുറിച്ച് ഒന്നും ജസ്റ്റ് ചിന്തിക്കേണ്ട, വെറുതെ കണ്ണുകൾ അടച്ചിരിക്കുക. എന്താണോ തോട്ട്സ് വരുന്നതും പോകുന്നതും, അതിന് യാതൊരുവിധ കൺട്രോളും വേണ്ട. ഓക്കെ, നിങ്ങളുടെ മനസ്സിലേക്ക് ചിലപ്പോ എന്താണ് അനേകായിരം ചിന്തകൾ വന്നിട്ടുണ്ടാവാം, അതങ്ങ് പോയിട്ടുണ്ടാവും അല്ലേ. നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോഴാണ് ഇപ്പോ ഞാൻ കണ്ണടയ്ക്കുമ്പോൾ എനിക്ക് ചിന്തകളൊന്നും വേണ്ട, അല്ലെങ്കിൽ ഈ ചിന്ത വന്നത് ശരിയായില്ല, ഞാൻ ഒറ്റ ചിന്തകളും ഇല്ലാതിരിക്കണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു, ഇങ്ങനെയുള്ള തോട്ട് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു തോട്ടിനെ ചൊല്ലി നമ്മൾ അതിന്റെ പുറകെ പോകുമ്പോഴാണ് ഇത് നമ്മുടെ മൈൻഡിലേക്ക് തോട്ട് വന്നു, അത് നമ്മൾ ലീവ് ചെയ്തു. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എന്താണ്, പ്രസന്റിൽ നിൽക്കുക. 2, നമ്മുടെ തോട്ട്സിനെ ഒബ്സർവ് ചെയ്യുക. മൈൻഡ്ഫുൾനെസ്സിലെ 2 ടൂൾസ് ആണ്. 1 പ്രസന്റിൽ നിൽക്കുക, 2 നമ്മുടെ തോട്ട്സിനെ ഒബ്സർവ് ചെയ്യുക. ഒരിക്കലും കൺട്രോൾ ചെയ്യുകയോ ജഡ്ജ് ചെയ്യുകയോ അല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. 3ാമത്തേതാണ് റിട്ടേണിംഗ് അറ്റൻഷൻ. അതായത് മനസ്സിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ആ പോയ സംഭവത്തെ നമ്മൾ എന്താണ് ജസ്റ്റ് തിരിച്ച് പ്രസന്റിലേക്ക് കൊണ്ടുവരാം. ബാക്കിലോട്ടും പോകാം, ഫ്രണ്ടിലോട്ടും പോകാം. പക്ഷെ എവിടെ പോയാലും നമ്മൾ എന്താണ് നമ്മുടെ പ്രസന്റ് മൊമെന്റിലേക്ക്, അതായത് നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട്, ആ ഒരു ഫീലിംഗ്, ആ ശ്വാസം എടുക്കുന്ന ഒരു ഫീലിംഗ്, അപ്പൊ അതെന്താണ് പ്രസന്റിലാണ്. നമ്മൾ പോയ മൈൻഡിനെ നമ്മുടെ കോൺസെൻട്രേഷൻ ആ തോട്ടിലാവരുത്. ആ തോട്ടിൽ കോൺസെൻട്രേഷൻ വരുമ്പോഴാണ് നമ്മൾ അതിന്റെ പുറകെ പോകുന്നത്. പ്രസന്റിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ആ ശ്വാസം എടുക്കുന്നതിലേക്ക് അവെയർ ആവാം, അതിലേക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ കൊണ്ടുവരാം. നല്ല തണുത്ത ശ്വാസമാണ് ഉള്ളിലേക്ക്. ചിലപ്പോ അതെന്താണ്, ചിലപ്പോ നമ്മൾ ഇരിക്കുന്നത് അത്യാവശ്യം ചൂടുള്ള റൂമിലാണെങ്കിൽ എടുക്കുമ്പോൾ എന്താണ് തണുത്ത സ്ഥലത്താണെങ്കിൽ നമുക്ക് എടുക്കുമ്പോൾ നല്ല സുഖമായിരിക്കും. ആ ഒരു ഫീലിംഗ് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. നോ പ്രോബ്ലം. ചൂടാണെങ്കിൽ ആ ഒരു ഫീലിംഗ് എന്താണോ നമ്മൾ എടുക്കുന്നത് ആ ഫീലിംഗ് തിരിച്ച് നമ്മൾ എന്താ പുറത്തേക്ക് വിടുന്ന ആ ഒരു ഫീലിംഗ്, ഇപ്പൊ എന്താണ് നമ്മള് റിട്ടേൺ ചെയ്ത് നമ്മുടെ ആ പ്രസന്റ് മൊമെന്റിലേക്ക് കൊണ്ടുവരാൻ ജസ്റ്റ് ഒരു ബ്രീത്ത് മതി. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ആരെങ്കിലും ഇരിക്കുന്ന ചെയർ ഇത്രയും നേരം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നോ? ഇല്ലല്ലോ. ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്ത് നോക്കിയേ. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ആ സ്ഥലം, നിങ്ങളുടെ എത്ര സ്ഥലം ആ ചെയറിൽ മുട്ടുന്നുണ്ട്, ബാക്ക് മുട്ടുന്നുണ്ടോ? ഇത്രയും നേരം നിങ്ങൾ എങ്ങനെയാണ് ഇരുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടാവല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. നിങ്ങളുടെ ബോഡിയിലെ ഏതൊക്കെ പോർഷൻസ് ചെയറിൽ മുട്ടുന്നുണ്ട്? ബാക്ക് സൈഡ് മുട്ടുന്നുണ്ടോ? കാല് ഫുള്ളായിട്ട് മുട്ടുന്നുണ്ടോ? കാല് തറയിൽ പതിഞ്ഞിട്ടുണ്ടോ? അതാണ് മൈൻഡ്ഫുൾനെസ്.
ഇപ്പൊ നിങ്ങൾ ആ എന്താണ് ഇരുന്ന ആ ടച്ചിങ് നമ്മൾ ശ്രദ്ധിച്ചപ്പോ വേറെ എന്തെങ്കിലും ചിന്തയിലേക്ക് പോയോ? ഇല്ല, വേറെ ചിന്തയിലേക്ക് നമ്മൾ പോകുന്നില്ല. ഒന്ന് ബ്രീത്തിലേക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ കൊണ്ടുവന്നു, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ആ ഒരു പൊസിഷനിലേക്ക്, ഞാൻ ഇരിക്കുന്നത് ഇങ്ങനെയാണ് എന്ന്. പക്ഷെ നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഒരിക്കലും, ക്ലാസ്സിലല്ല എവിടെയാണെങ്കിലും നമ്മൾ വന്ന് ഇരിക്കുമ്പോൾ ചിലപ്പോൾ ആ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ടച്ചിങ് ഫീൽ ചെയ്യുന്നുണ്ടാവും. പിന്നീട് അങ്ങോട്ട് ആ ടച്ചിങ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടായിരുന്നോ രേണുക മാം? ആ ഇരിക്കുന്ന ചെയറിന്റെ ടച്ചിങ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നോ? ഇല്ല, ഇപ്പം പറയുമ്പോഴാണ് ഫീൽ ചെയ്തത്. അപ്പൊ പറഞ്ഞപ്പോഴാണ് ഫീൽ ചെയ്തത്. അപ്പൊ നമ്മൾ ആ പ്രസന്റിലേക്ക് വന്നു. മറ്റത് നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്, ക്ലാസ് കേൾക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു ചെയറോ, ഞാൻ ഇങ്ങനത്തെ ചെയറിലാണ് ഇരുന്നത്. പിന്നെ ചിലവർക്ക് ഫീൽ ചെയ്യും എപ്പോഴാണ്, കുറേ നേരം ചെയറിൽ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്ക് പെയിൻ എടുക്കുമ്പോൾ ആ ഒരു ബാക്ക് പെയിൻ ചിലപ്പോൾ ഫീൽ ചെയ്യും. അല്ലാതെ നമ്മൾ ഇരിക്കുന്ന ചെയർ ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. നമ്മളെന്താണ്, നമ്മുടെ അറ്റൻഷൻ പ്രസന്റിലേക്ക് കൊണ്ടുവരാൻ നമ്മളിലേക്കൊന്ന് ശ്രദ്ധ കൊടുക്കുക. അതായത് ഓൾറെഡി തോട്ട്സ് ഉണ്ടാവാം, അവിടെ വേറെ ഇഷ്യൂസ് ഉണ്ടാവാം, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ പോകും. അപ്പൊ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് നമ്മളിലേക്കൊന്ന് തിരിച്ചു വരിക. മൈൻഡ്ഫുൾനെസ് ആൻഡ് ദ ബോഡി. നമ്മൾ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഭയങ്കര സ്ട്രെസ്സിലൊക്കെ നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഇരിക്കുന്ന ആ ഒരു സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ ശ്വാസം, അതിലേക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ കൊണ്ടുവന്നു കഴിയുമ്പോൾ എന്താണ്, നമ്മൾ ആദ്യമേ തന്നെ പഠിച്ചായിരുന്നു 2 രീതിയിലുള്ളത്, സെൻട്രൽ നെർവസ് സിസ്റ്റം CNS-ഉം പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം അല്ലേ, PNS. അപ്പോ അതില് നമ്മളെ എന്തെങ്കിലും കാര്യങ്ങൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അലേർട്ടായിട്ട് നിർത്തുന്നതാണ് എന്താണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. അതില് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അതിൽ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ ഹാപ്പിയാന്ന് അറിയുമ്പോൾ നമ്മളെ കാമാക്കുന്നു. അപ്പൊ നമ്മൾ എന്താണ്, കോൺസെൻട്രേഷൻ നമ്മുടെ ബോഡിയിലേക്ക് വന്നു, നമ്മൾ കാമായി കഴിയുമ്പോൾ എന്താണ്, മൈൻഡ്ഫുൾനെസ് വന്നു കഴിയുമ്പോൾ കിട്ടുന്ന മെസ്സേജ് നിങ്ങൾ സേഫ് ആണെന്നുള്ളൊരു മെസ്സേജ്. അപ്പൊ എന്താണ്, പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ആക്ടിവേറ്റ് ആയിട്ട് നമ്മൾ കാമായി മാറും. അതുപോലെ നമ്മുടെ ബ്രീത്തിങ് സ്ലോ ആവും, നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ റെഡ്യൂസ് ആയിട്ട് മാറും. അതുപോലെ നമ്മുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യും, നമ്മുടെ ഇമോഷണൽ കൺട്രോൾ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ മെന്റൽ ഹെൽത്ത്, നമ്മൾ ഓൾറെഡി ഈ മൈൻഡ്ഫുൾനെസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നല്ല രീതിയിൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ, നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കും. അല്ലാതെ ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ എന്താണ് ഇമോഷണൽ റിയലൈൻമെന്റ് നടത്തും, അല്ലെങ്കിൽ എന്റെ ഇമോഷൻസ് ഞാൻ കൺട്രോൾ ചെയ്യല്ല, അതിനെ സ്റ്റേബിൾ ആക്കി കൊണ്ടുപോകാൻ സാധിക്കും, അങ്ങനെയല്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുമ്പോ അല്ലേ, നമ്മളിപ്പോ ഫിസിക്കൽ ഹെൽത്തിനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഫുഡ് കഴിക്കും, കറക്റ്റ് സ്ലീപ്പ് ചെയ്യും, അതുപോലെ എന്താണ് എക്സസൈസ് ചെയ്യും. ഇതെല്ലാം ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പ്രോപ്പറായിട്ട് നിൽക്കുന്നത്. അല്ലാതെ ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് മനസ്സിൽ കരുതിയിട്ട് ഒരുപാട് ഫുഡും കഴിച്ച് കറക്റ്റായിട്ട് ഉറങ്ങുകയും ചെയ്യാതെ ഒരു എക്സസൈസും ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആളുടെ എന്താണ്, ഹെൽത്ത് വീക്കായിട്ട് മാറും. ഒബേസിറ്റി പോലുള്ള അസുഖങ്ങളിലേക്ക് ആള് വരും. അതുപോലെ തന്നെയാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത്, ഇമോഷൻസ് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ചെയ്തു കഴിയുമ്പോഴാണ് നമുക്ക് അതിനുള്ള പ്രയോജനം കിട്ടുന്നത്. അല്ലാതെ വെറുതെ നമ്മൾ ക്ലാസ് കേട്ടത് കൊണ്ടല്ല, ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് സാധിക്കും. ഈ കാര്യങ്ങൾ നിങ്ങൾ മറ്റൊരാളോട് പറഞ്ഞു കൊടുത്ത് അവരെയും ഈ ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്കും അവരുടെ ഇമോഷൻസ്, ആരത് ചെയ്യുന്നു അവർക്കെല്ലാം അവരുടെ ഇമോഷൻസ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. നമുക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഏറ്റവും സിമ്പിൾ മെത്തേഡ്, കംഫർട്ടായിട്ട് ഇരിക്കുക, നമ്മുടെ ബ്രീത്ത് നോട്ടീസ് ചെയ്യുക, നമ്മുടെ തോട്ട്സ് നോട്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്താ, നമ്മുടെ ഒരിക്കലും അതിലെ ജഡ്ജ് ചെയ്യാൻ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യാം, തിരിച്ച് നമ്മുടെ ആ ഒരു പ്രസന്റ് മൊമെന്റിൽ ഒരു അവയർനെസ്സോടുകൂടി ഇരിക്കുക എന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒരു ഗൈഡഡ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ചെയ്ത് നോക്കിയാലോ? എല്ലാവരും റെഡിയാണോ? എല്ലാവരും നല്ലൊരു കംഫർട്ടായിട്ടുള്ള സ്ഥലത്തല്ലേ ഇരിക്കുന്നത്?
ഓക്കെ അല്ലേ? നമുക്ക് ജസ്റ്റ് ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്ത് നോക്കാം. നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ സ്പൈൻ നട്ടെല്ല് നിവർത്തി തന്നെ ഇരിക്കുക. കാലുകള് നിലത്ത് ഭൂമിയിൽ മീൻസ് നിങ്ങൾ തറയിൽ വെക്കുക. അതുപോലെ കൈയും കാലും ഓപ്പൺ ആയിട്ട് വെക്കണം. അത് ക്രോസ് ചെയ്ത് വെക്കരുത്. കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു എനർജി കറക്റ്റ് ആയിട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി, നമ്മുടെ ബോഡിയിലൂടെയുള്ള എനർജി ഫ്ലോ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ, കംഫർട്ടായിട്ട് ഇരിക്കുക. നിങ്ങളുടെ കണ്ണുകൾ സാവധാനം അടയ്ക്കുക. Take a deep breath in. Hold for a moment. Breathe out slowly. Again, take a deep breath in. Hold for a moment. Breathe out slowly. നിങ്ങളുടെ ശ്രദ്ധ ശ്വാസത്തിൽ കൊണ്ടുവരിക. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആ ശ്വാസം പോകുന്നത് ഫീൽ ചെയ്യുക. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ ആ ചൂട് കാറ്റ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഫീൽ ചെയ്യുക. വീണ്ടും സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ 2 കാൽപാദത്തേക്കും കൊണ്ടുവരിക. കാൽപാദം രണ്ടും ഒന്ന് ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. ശേഷം നിങ്ങളുടെ ശ്രദ്ധ കണ്ണങ്കാലിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. ആ ഭാഗം ഒന്ന് ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. ശേഷം ശ്രദ്ധ നിങ്ങളുടെ മുട്ടിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. മുട്ടിന്റെ ഭാഗത്തുള്ള ഓരോ പേശികളും ഒന്ന് ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. ശേഷം ശ്രദ്ധ തുടയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. തുടയുടെ ഭാഗത്തുള്ള ഓരോ പേശികളും ഒന്ന് ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ചെയ്യുക. ശേഷം ശ്രദ്ധ നിങ്ങളുടെ അടിവയറ്റിലേക്ക് കൊണ്ടുവരിക. ആ ഭാഗം ഒന്ന് ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. ശേഷം ശ്രദ്ധ മുകൾ ഭാഗത്തെ വയറിലേക്ക് കൊണ്ടുവരിക. ആ ഭാഗം ഒന്ന് ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. ശേഷം ശ്രദ്ധ നെഞ്ചിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. ആ ഭാഗത്തുള്ള മസിൽസ് ഒന്ന് ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. ശേഷം ശ്രദ്ധ കഴുത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. ആ ഭാഗം ഒന്ന് ടൈറ്റ് ചെയ്ത ശേഷം
റിലാക്സ് ആക്കുക. ശേഷം ശ്രദ്ധ മുഖത്തെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. മുഖത്തെ പേശികൾ ഒന്ന് ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. ശേഷം ശ്രദ്ധ നിങ്ങളുടെ 2 കൈകളിലേക്കും കൊണ്ടുവരിക. രണ്ട് കൈകളും ഒന്ന് ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. ശേഷം ബോഡി പൂർണ്ണമായും ഒന്ന് ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. റിലാക്സ്. റിലാക്സ് യുവർ മൈൻഡ്. റിലാക്സ് യുവർ ബോഡി. നിങ്ങളുടെ മൈൻഡും ശരീരവും പൂർണ്ണമായും റിലാക്സ് ആയി മാറുന്നത് അനുഭവിച്ചറിയുക. മനസ്സും ശരീരവും പൂർണ്ണമായും റിലാക്സ് ആയി ഇതിന്റെ വെയിറ്റ് ഒരു തൂവല് പോലെ മൃദുവായി മാറുന്നത് അനുഭവിച്ചറിയുക. ഇപ്പോൾ നിങ്ങൾ ഒരു ശാന്ത സുന്ദരമായ ഉദ്യാനത്തിൽ എത്തിയിരിക്കുന്നു. ആ ഉദ്യാനം നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഉദ്യാനത്തിലെ പൂക്കളുടെയും ചെടികളുടെയും സൗന്ദര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഉദ്യാനത്തിൽ പൂത്തു നിൽക്കുന്ന പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഉദ്യാനത്തിലൂടെ വീശുന്ന ചെറിയ കാറ്റിന്റെ ആ ഒരു തണുപ്പ് അത് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ആ ഉദ്യാനത്തിലെ കിളികളുടെ ശബ്ദം അത് നിങ്ങൾക്ക് പൂർണ്ണമായും കേൾക്കാൻ സാധിക്കുന്നുണ്ട്, അത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഉദ്യാനത്തിന് സൈഡിലൂടെ ഒഴുകുന്ന അരുവിയിലെ വെള്ളത്തിന്റെ ശബ്ദം അത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ സാവധാനം നിങ്ങൾ ആ അരുവിയുടെ അടുത്തേക്ക് നടന്നു നീങ്ങി. ആ അരുവിയിൽ നിങ്ങളുടെ കാലൊന്ന് നനച്ച് ആ തണുപ്പ് അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ആ ഉദ്യാനത്തിലെ പൂത്തു നിൽക്കുന്ന പൂക്കളുടെ സുഗന്ധം നിങ്ങളുടെ ിലേക്ക് വരുന്നുണ്ട്. ആ സുഗന്ധം മണത്തറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ആ ഒരു ഉദ്യാനം നിങ്ങളെ പൂർണ്ണമായും ശാന്തമാക്കി മാറ്റിയിരിക്കുന്നു. ആ ഉദ്യാനത്തില് ആ അരുവിയുടെ സമീപത്ത് നിൽക്കുമ്പോൾ ഒരു ആകാശത്ത് നിന്നും ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ മൂർധാവിൽ വന്ന് പതിക്കുകയും അത് നിങ്ങളുടെ ഉള്ളിലേക്ക് കിടക്കുന്നതും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്നെന്നില്ലാത്തൊരു ശാന്തത, ഒരു പോസിറ്റീവ് ഫീല്, ഒരു
സ്ട്രോങ്നെസ്, ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ മൂർധാവിൽ വന്ന് പതിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. ആ മൂർധാവിൽ വന്ന് പതിച്ച പോസിറ്റീവ് എനർജി വളരെ സാവകാശം നെറ്റിയിലൂടെ, കണ്ണുകളിലൂടെ, മൂക്കിലൂടെ, വായിലൂടെ, കഴുത്തിലൂടെ ഇങ്ങനെ താഴേക്ക് പോകുന്നത്, നിങ്ങളെ പൂർണ്ണമായും ആവരണം ചെയ്യുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ തല മുതൽ താഴേക്ക് പോയി നിങ്ങളെ ഒരു പൂർണ്ണമായും ആവരണം ചെയ്യുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ പൂർണ്ണമായും ആ ഒരു പോസിറ്റീവ് എനർജിയുടെ ഉള്ളിലായി. ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ബോഡിയിലെ ആ വന്ന പോസിറ്റീവ് എനർജി ബ്ലഡിലൂടെ നിങ്ങളുടെ ഓരോ കോശങ്ങളിലേക്കും ചെല്ലുന്നതും ആ ഓരോ കോശങ്ങളെയും പോസിറ്റീവാക്കി മാറ്റുന്നതും നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. പൂർണ്ണമായും ഒരു ശരീരത്തിലെ ഓരോ സെല്ലുകളും പോസിറ്റീവ് എനർജിയാൽ നിറയുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പൂർണ്ണമായും പോസിറ്റീവ് എനർജിയായി മാറുന്നത്, നിങ്ങളിൽ നിന്ന് ആ ഒരു പോസിറ്റീവ് ഓറ നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ ഫീൽ ചെയ്യുക. ഫീൽ ഇറ്റ്, ഫീൽ ഇറ്റ്. നിങ്ങൾ വളരെ സുഖകരമായ ശാന്തമായ ഒരു പോസിറ്റീവ് എനർജിയിൽ നിറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഫീൽ ചെയ്യുക. നിങ്ങളുടെ ശരീരവും മനസ്സും പൂർണ്ണമായും പോസിറ്റീവ് എനർജിയിൽ ഫില്ലായിരിക്കുന്നത് നിങ്ങൾ അനുഭവിച്ചറിയുക. ഫീൽ ഇറ്റ്, ഫീൽ ഇറ്റ്. ഈ ഒരു പോസിറ്റീവ് എനർജിയാൽ നിങ്ങൾക്ക് നിറയാൻ സാധിച്ചതിന് ഈ യൂണിവേഴ്സിനോട്, സർവേശ്വരനോട് നന്ദി പറയുക. പൂർണ്ണമായും അനുഭവിക്കുക. തിരിച്ച് ഈ ഒരു കറന്റ് മൊമെന്റിലേക്ക് നമുക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. അതിനായി നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. Take a deep breath in. Hold for a moment. Breathe out slowly. Again, take a deep breath in. Hold for a moment. Breathe out slowly. നിങ്ങളുടെ ശ്രദ്ധ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും അറിയുക. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ കൈവിരലുകളിലേക്കും കാൽവിരലുകളിലേക്കും കൊണ്ടുവരിക. കൈവിരലുകളും കാൽവിരലുകളും മൃദുവായി ഒന്ന് ചലിപ്പിക്കുക. ശേഷം നിങ്ങളുടെ രണ്ട് കൈ നന്നായി കൂട്ടിത്തിരുമ്മി ചൂട് വരുമ്പോൾ കണ്ണിൽ വെച്ച് ചെറുപുഞ്ചിരിയോടെ കണ്ണുകൾ തുറക്കാം. എങ്ങനെ ഫീൽ ചെയ്യുന്നു നിങ്ങൾക്ക്? ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയപ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു? റിലാക്സ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട് മാം, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. റിലാക്സേഷൻ. നമ്മൾ എന്താണ് ചെയ്തത് ഈ ഒരു പ്രോസസ്സിൽ? നമ്മുടെ തന്നെ ബോഡിയിലെ ഓരോ പോർഷനിലേക്കും നമ്മുടെ കോൺസെൻട്രേഷൻ കൊണ്ടുപോവാ ചെയ്തത് അല്ലേ? നമ്മുടെ ബോഡിയിലെ ഓരോ ഭാഗങ്ങള് നമ്മുടെ ശ്വാസത്തില്, അത് കഴിഞ്ഞെന്താ നമ്മളിലേക്ക് തന്നെയാണ് മൊത്തം പോകുന്നത്. നമ്മുടെ ടച്ച്, അതായത് പൂക്കളുടെ മണം, അത് നമ്മൾ അനുഭവിച്ചറിയുന്നത്. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് മീൻസ് ആ ഒരു പ്രസന്റിലേക്ക് നിൽക്കുന്ന രീതിയിൽ വരികയാണ് ചെയ്തത്. അപ്പൊ എന്താ, നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആയി കാമായി നമുക്ക് എന്താണ് കൂടുതൽ ഒരു റിലാക്സേഷൻ കിട്ടി. അപ്പൊ നമുക്ക് സ്ട്രെസ് കാര്യങ്ങൾ വരുമ്പോൾ
ഇതുപോലെ ഒരു ചെറിയ ഗൈഡഡ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. ഒരു മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് നമ്മൾ ആ സ്ട്രെസ് ഒക്കെ കുറച്ച് നിൽക്കുന്ന കഴിയുമ്പോൾ നമുക്ക് അതേ രീതിയിൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ ഓൾറെഡി സ്ട്രെസ്സിൽ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഉള്ള സ്ട്രെസ് ഒക്കെ നമ്മൾ റിലൈസ് ചെയ്ത് നമ്മൾ എന്താണ് കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു മൈൻഡ് ആണെങ്കിൽ, അതായത് നമ്മുടെ ഹെൽത്തി ബോഡി ആണെങ്കിൽ നമുക്ക് ഒരു പ്രോബ്ലം വരും, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ആവശ്യം വരുമ്പോൾ നമുക്ക് എന്താ ഹെൽത്തി ബോഡി ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാം. അതുപോലെ ഹെൽത്തി മൈൻഡ് ആണെങ്കിൽ നമുക്കൊരു ഇഷ്യൂ വരുമ്പോൾ നല്ല മൈൻഡ് സെറ്റോട് കൂടി ആ ഇഷ്യൂവിനെ നേരിടാൻ സാധിക്കും. പകരം നമ്മുടെ മൈൻഡ് ഹെൽത്തി അല്ലാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് എന്താണ് ഓവർ റിയാക്ഷനും റിയാക്ട് ചെയ്യുകയും ആ ഒരു പ്രശ്നം വളരെ മോശമാക്കി മാറ്റുകയും ചെയ്യുന്നത്. മിനിറ്റ് ഞാനൊന്ന് ഓക്കെ. അപ്പോ എന്താണ് നമ്മുടെ മനസ്സെന്താണ് എപ്പോഴും ഓരോ തോട്ട്സ് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിൽ മേ ബി എല്ലാവരുടെയും അലഞ്ഞു തിരിയാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളൊരു ഗൈഡഡ് മെഡിറ്റേഷൻ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താണ് ഫീൽ ചെയ്തത്? ഈ ഒരു മെഡിറ്റേഷന്റെ സമയത്ത് നിങ്ങളുടെ മനസ്സിങ്ങനെ അലഞ്ഞു തിരിയുമായിരുന്നോ? അല്ല. നമുക്ക് എന്താണ് നമുക്കൊരു നല്ല റിലാക്സേഷൻ അല്ലെങ്കിൽ വളരെ ഒരു മനസ്സിലേക്ക് വന്നില്ല ഈ ഒരു മറ്റൊന്നും. ഓക്കെ, താങ്ക് യു സുലേഖ മാം. സുലേഖ മാമിന്റെ മനസ്സിലേക്ക് മറ്റൊന്നും വന്നില്ല. ഫീൽ ചെയ്തത് എങ്ങനെയാണ്? നല്ല റിലാക്സേഷൻ ഫീൽ ചെയ്തു അല്ലേ? താങ്ക് യു മാം, താങ്ക് യു സുലേഖ മാം. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയല്ലേ? യെസ്, എല്ലാവർക്കും നമുക്ക് എന്താണ് ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കൊരു റിലാക്സേഷൻ, നമ്മുടെ ആ ഒരു പ്രോബ്ലംസ്, ആ മൈൻഡ് ഒന്ന് കാം ആൻഡ് ക്ലിയർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമുക്ക് എവിടെ ഈ മൈൻഡ്ഫുൾനെസ് യൂസ് ചെയ്യാം? എല്ലാ സ്ഥലത്തും, ഇന്ന സ്ഥലത്തൊന്നുമില്ല. കുറച്ച് രണ്ടുമൂന്ന് എഴുതിയെന്നുള്ളൂ. ബിഫോർ എക്സാംസ്, ഡ്യൂറിങ് സ്ട്രെസ്, വൈൽ സ്റ്റഡിങ്, ബിഫോർ റിയാക്ടിങ്, അങ്ങനെയല്ല, ഏതൊരു സമയത്തും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ ഇത്ര സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ആ ഇരിക്കുന്ന എന്താണ് പോർഷൻ അതൊന്ന് അവെയർ ആയാൽ അതും എന്താണ് മൈൻഡ്ഫുൾനെസ് ആണ്. ചായ കുടിക്കുമ്പോൾ ആ ചായ കുടിക്കുന്ന സിപ്പ് ആ ഒരു ഇത് അറിഞ്ഞുകൊണ്ട് നമ്മൾ കുടിക്കുമ്പോൾ അതും മൈൻഡ്ഫുൾനെസ് ആണ്. നമ്മൾ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ആ കഴിക്കുന്ന ചോക്ലേറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിച്ചാൽ അതും മൈൻഡ്ഫുൾനെസ് ആണ്. പക്ഷെ നമ്മൾ കഴിക്കുന്നത് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ മറ്റു കാര്യങ്ങൾ സംസാരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഇനി ഉള്ള പ്രശ്നങ്ങളെ കുറിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ അതെന്താണ് മൈൻഡ്ഫുൾനെസ് അല്ല. അപ്പൊ ഇന്ന സ്ഥലത്ത് എന്നല്ല, നമുക്ക് ഏതൊരു മൊമെന്റിലും എപ്പോഴും. ഇപ്പോൾ നമുക്കൊരു സ്ട്രെസ് വന്നു, ഓഫീസിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു സ്ട്രെസ് വന്നു, ജസ്റ്റ് ഒരു മൊമെന്റ് ഒന്ന് കണ്ണടയ്ക്കുക, ആ ബ്രീത്തിങ് എടുക്കുക. ആ ബ്രീത്ത് എടുക്കുമ്പോൾ ആ ശ്വാസം പോകുന്ന ആ ഒരു പൊസിഷൻസ് നമ്മളൊന്ന് അവെയർ ആകും. അപ്പൊ ഇന്ന സ്ഥലം എന്ന് പറയാനില്ല, എപ്പോഴും നമുക്ക് മൈൻഡ്ഫുൾനെസ്. എക്സാമിന് കയറി ഭയങ്കര ടെൻഷൻ ഫീൽ ചെയ്യാം, ഒന്ന് കണ്ണടച്ചു ആ ബ്രീത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ഇപ്പൊ എന്താണ് നമ്മുടെ ആ എക്സാം ക്വസ്റ്റ്യൻസിന്നും പാറ്റേണിലും അതിന്നും മാറി നമ്മുടെ മൈൻഡ് എന്തിലേക്ക് പോയി? ആ ബ്രീത്തിങ്ങിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത്. ഓട്ടോമാറ്റിക്കലി പാരാസിമ്പത്തറ്റിക് ഇത്, അതായത് നമ്മൾ സേഫ് ആണെന്നുള്ള ഒരു മെസ്സേജ് ബ്രെയിനിന് കൊടുത്തു. നമ്മുടെ ബ്ലഡ് പ്രഷറൊക്കെ കൂടിയിരിക്കുകയാണെങ്കിൽ അതൊക്കെ നോർമലാക്കി നമ്മളെല്ലാ രീതിയിലും സേഫ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു അവയർനെസ്സിന്റെ ഇത് വന്നു ബോഡിയിലെല്ലാം. അപ്പൊ നമുക്ക് പിന്നെ അങ്ങ് എക്സാം എഴുതാൻ നേരത്തെ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഡെയിലി പ്രാക്ടീസ് ടിപ്സ് നമുക്ക് 2-3 മിനിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുക. ഏറ്റവും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്ന എന്താ, രാവിലെ നമ്മൾ മോർണിംഗിൽ ഒരു ബെഡ് കോഫി ഒക്കെ കുടിക്കുന്നവരാണെങ്കിൽ ആ ബെഡ് കോഫി ടൈമിൽ അത് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ മൈൻഡ്ഫുൾനെസ് എന്ത് ചെയ്യുക, ഇടയ്ക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാം. അതായത് അതിന് പെർഫെക്ഷന്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ചെയ്യുന്നത് എല്ലാ ദിവസവും പറഞ്ഞ ഒരുപാട് ടൈമിൽ ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ
മൈൻഡ്ഫുൾനെസ് ആയിട്ട് ഞാൻ കാപ്പി കുടിക്കും, അന്ന് ആ ഒരു സമയം നമ്മൾ കറക്റ്റ് ആയിട്ട് ഇതാക്കുക. ഏതെങ്കിലും ഒരു സമയം നമ്മൾ ചൂസ് ചെയ്തിട്ട്, അതല്ലാതെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം, പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ ബ്രെയിന് കൂടുതൽ അവയർനെസ്സും കാര്യങ്ങളും തരും. അപ്പൊ നമുക്ക് എന്താണ്, നമ്മളെ ഡെയിലി ആ ഒരു ഇമോഷണലി സ്റ്റേബിൾ ആക്കി നിർത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ എല്ലാ ഡെയിലിയും നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മളത് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊന്നും ഇതിനു വേണ്ടി സമയം കണ്ടെത്തി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. രാവിലെ ബെഡ് കോഫി കുടിക്കാത്തവരാണെങ്കിൽ അത് വേണ്ട, വേറൊരു കാര്യം. അത് ചെയ്യുന്ന ടൈമിൽ അത് കറക്റ്റ് ആയിട്ട് ചെയ്യുക. ഒന്നും വേണ്ട, രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന സമയത്ത് ജസ്റ്റ് അവിടെ ഇരുന്നു ബ്രീത്തിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു 3 പ്രാവശ്യം നല്ല രീതിയിൽ ബ്രീത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ബ്രീത്ത് എടുത്ത് പുറത്ത് വിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് എഴുന്നേക്കുക. മൈൻഡ്ഫുൾനെസ് ആയി, സിമ്പിൾ കാര്യം. അല്ലാതെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചിന്തിക്കരുത്. ചിന്തിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഒരു മൈൻഡിന്റെ ഹെൽത്തിന് വേണ്ടി ഇപ്പൊ 24 ക്ലാസ് ഉണ്ട്, 24 ക്ലാസ്സിൽ ഓരോ കാര്യം പറയും, ഓരോ കാര്യം ചെയ്യണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഇത് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതൊന്നും അല്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ ഓൾറെഡി ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ ചായ കുടിക്കുമ്പോൾ 100,000 ചിന്തകളിലൂടെയാണ് ചായ കുടിക്കുന്നത്, അത് വേണ്ട എന്നേ പറഞ്ഞു. നമ്മളോട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഏതൊരു കാര്യം. അല്ലാതെ ഒരുപാട് വർക്ക് ലോഡ് വരുന്ന കാര്യം, അല്ലെങ്കിൽ ഇനി ഇയാളുടെ കാര്യങ്ങൾ ചെയ്യണമല്ലോ എന്ന് ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമ്മുടെ ലൈഫിന്റെ പാർട്ടാണ്, അല്ലെ? നമ്മളെല്ലാവരും രാവിലെ എണീറ്റാലും ഇതെല്ലാവരും എല്ലാവരും തന്നെ എന്താണ്, ബ്രഷ് ചെയ്യുന്ന ആളുകളായിരിക്കും, അല്ലെ? നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ബ്രഷ് ചെയ്യാതിരിക്കുക, അതിന് സമയം നമ്മൾ കണ്ടെത്താറ് പോലും ഇല്ല. അത് നമ്മുടെ ലൈഫിന്റെ പാർട്ടായി മാറി. അതുപോലെ ഈ കാര്യങ്ങൾ നമ്മുടെ ലൈഫിന്റെ പാർട്ടായിട്ട് മാറിക്കഴിയുമ്പോൾ നമുക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചതിൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ, സ്റ്റേ പ്രസന്റിൽ നിൽക്കുക. അതായത് പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം എന്തെങ്കിലും ട്രോമാസ് കാര്യങ്ങളൊക്കെ സ്കെയിൽ ചെയ്ത് അത് എന്താണ് അവിടെ ഫിനിഷ് ആക്കുക. അതേക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതെന്താണ്, ആ ആക്ഷൻ കഴിഞ്ഞതാണ്. അത് ഇനി നമ്മൾ ചിന്തിച്ചത് കൊണ്ട് അതിൽ യാതൊരു ചേഞ്ചസും വരുത്താൻ സാധിക്കില്ല. നമ്മുടെ തോട്ട്സിനെ ഒബ്സർവ് ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യുകയോ ക്രിട്ടിസൈസ് ചെയ്യുകയോ ജഡ്ജ് ചെയ്യുകയോ അല്ല വേണ്ട, ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. നമുക്കിങ്ങനെ തോട്ട്സ് വരുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നമുക്ക് അതനുസരിച്ച് ആ തോട്ട്സിനെ ലീവ് ചെയ്യുക. റിട്ടേൺ അറ്റൻഷൻ, അതായത് നമ്മൾ എന്താണ് കറന്റ് സ്റ്റേറ്റിലേക്ക്, പ്രസന്റ് സ്റ്റേറ്റിലേക്ക് ഒന്നും വേണ്ട, നമ്മൾ ഇരിക്കുന്ന ആ ഒരു ചെയർ ഫീൽ ചെയ്താൽ തന്നെ നമുക്ക് എന്താണ് ഒരു അറ്റൻഷൻ വരും. ഇതിനെക്കുറിച്ച് എന്താണ്, ഈ തോട്ട്സിനെ കുറിച്ച് ഒരു ജഡ്ജ്മെന്റിന്റെ ആവശ്യവും ഇല്ല. അതായത് എല്ലാവരുടെയും മനസ്സ് അതിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. നമ്മുടെ പവറാണ് അതിനെ റിട്ടേൺ ചെയ്ത് കാരണം മനസ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അതിങ്ങനെ പുഴ ഒഴുകും പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ആവശ്യമാണ് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ. അതിന് ജസ്റ്റ് ഒരു മൊമെന്റ് നമ്മൾ ബ്രീത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ആ പ്രസന്റ് മൊമെന്റിലേക്ക് നമ്മളൊന്ന് അവെയർ ആവുക. അവെയർ ആയി കഴിയുമ്പോൾ നമ്മൾ ആ മൈൻഡ്ഫുൾനെസ്സോട് കൂടി ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് പ്രസന്റിലേക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ടുവരാൻ ചെയ്യും. മൈൻഡ്ഫുൾനെസ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് യുവർ മൈൻഡ്, നോട്ട് കൺട്രോളിങ് ഇറ്റ്. നമ്മുടെ മൈൻഡിനെ മനസ്സിലാക്കുകയാണ്. അതായത് നമ്മുടെ മൈൻഡ് ഇങ്ങനെ പോവുകയാണെന്ന് നമ്മളത് മനസ്സിലാക്കി അതിനെ അറ്റൻഷൻ പ്രസന്റ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരികയാണ്. അല്ലാതെ നമ്മൾ ഒരിക്കലും അതിനെ കൺട്രോൾ ചെയ്യല്ല. നീ അങ്ങോട്ട് പോകരുത്, അല്ലെ അത് ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, അത് ചെയ്യരുത് എന്ന് കൺട്രോൾ ചെയ്യല്ല വേണ്ടേ. അതെന്താണ്, അതിനെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അപ്പോൾ മൈൻഡ്ഫുൾനെസ് വളരെ സിമ്പിൾ ആണ്, പക്ഷെ ഏറ്റവും നല്ല സ്ട്രെസ് കുറയ്ക്കാനും ബാക്കിയുള്ള കാര്യത്തിന് ഏറ്റവും നമ്മുടെ ഇമോഷൻസ് അലൈൻ ചെയ്ത് കൊണ്ടുപോകാൻ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂള് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മൈൻഡ്ഫുൾനെസ് സിമ്പിൾ ടെക്നിക്സ് അല്ലേ, അപ്പോൾ അത് നമുക്ക് ലൈഫിൽ കൊണ്ടുവരാനും അതുവഴി നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരുത്താനും എല്ലാവരും ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ ഓരോ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളും ലൈഫിൽ ഒന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഞാൻ 100% ഉറപ്പ് പറയുന്നു, എനിക്ക് മാറ്റം വന്നു, ഞാനത് അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ്. പിന്നെ ഈ ഓരോ ക്ലാസ് എടുക്കുമ്പോഴും കൂടുതൽ പവർഫുൾ ആയിട്ട് മാറുന്നത് ഞാനാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാനാണ് ഏറ്റവും നല്ല സ്റ്റുഡൻ്റ് എന്ന്. കാരണം എൻ്റെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു
കോൺഫിഡൻസും സ്ട്രോങ്ങും. അത് എനിക്ക് ഓരോ ക്ലാസ്സിൽ നിന്നും വളരെ കൂടുതലായിട്ടാണ് കിട്ടുന്നത്. ഇന്ന് വിമൽ സാറ് ചോദിച്ചു അതിലുള്ള കണ്ടന്റും കാര്യങ്ങളും ഒക്കെ അറിയാൻ. പക്ഷെ നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കുകയും അത് ലൈഫിൽ ഇംപ്ലിമെന്റ് ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ്. ഓൾറെഡി ഈ ഒരു കാര്യങ്ങളെല്ലാം ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ആ ഒരു ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വീണ്ടും വീണ്ടും പവർഫുൾ ആയിട്ട് മാറുമ്പോൾ അത് എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തുന്നു. ഞാൻ 100% ചിലർക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്, ഇങ്ങനെയൊക്കെ ആകാൻ പറ്റുമോ? ഞാൻ ഉറപ്പ് തരുന്നു, ഷുവർട്ടി തരുന്നു, ഈ കാര്യങ്ങൾ ഇത് ചെയ്യാത്തവർക്ക് സാധിക്കില്ല. ഇതിൽ പറയുന്ന ഈ കാര്യങ്ങൾ അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അതെല്ലാം ലൈഫിൽ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറയുക. ഇംപ്ലിമെന്റ് ചെയ്താൽ 100% ഉറപ്പ് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. പ്രോബ്ലംസ് വരില്ല എന്നല്ല, പ്രോബ്ലംസ് വരും. ലൈഫിൽ പ്രോബ്ലംസ് വേണം. ആ പ്രോബ്ലംസ് ആണ് നമ്മുടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ സക്സസിനുള്ള. ആ പ്രോബ്ലംസിനെ നല്ല രീതിയിൽ പവർഫുൾ ആയിട്ട് അതിജീവിച്ച് മുകളിലേക്ക് ഉയരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. എല്ലാവരും ഇതിലുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക. താങ്ക് യു, ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തിരിച്ച് ചോദിക്കാം. താങ്ക് യു വെരി മച്ച്. എനി ഡൗട്ട്? എല്ലാം ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. ഓവർ ടു അനിൽകുമാർ സർ. ബിബിൾ സർ പറഞ്ഞു എന്താണ് മൈൻഡ്ഫുൾനെസ് എന്താന്ന് ഇപ്പോഴാണ് കറക്റ്റ് ആയിട്ട് മനസ്സിലായത്. ഇത് ഇങ്ങനെ കൊണ്ടുവന്നൊക്കെ അറിയാം. വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു സർ. താങ്ക് യു ഷബാസ് മാം. എല്ലാരും ഒരു തമ്പൊക്കെ കൊടുത്തേ. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മൈൻഡ്ഫുള്ളോട് കൂടി ഒരു തമ്പൊക്കെ കൊടുത്തേ. ഇങ്ങനെ ഇങ്ങനെ അത് തന്നെ. അപ്പൊ അത് നല്ല രസമാണ്. ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കട്ടെ. ഹാർട്ട് കൊടുക്കുക, റിയാക്ഷൻസ് കൊടുക്കുക, അനുഭവം കൊടുത്ത് എല്ലാവരും ഇങ്ങനെ കൊടുത്ത് വെറുതെ കൈ കൊണ്ട് കാണിക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷൻ മൈൻഡ്ഫുൾനെസ് അത് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? ഒന്ന് എല്ലാവരും ഒന്ന് മനസ്സിൽ പറഞ്ഞു മൈൻഡ്ഫുൾനെസ്. പണ്ട് ആ വാക്ക് കേൾക്കുമ്പോ സാധാ ഒരു ഇതായിട്ട് തോന്നും. ഇപ്പൊ നമ്മൾ അല്പം കൂടി അതിലേക്ക് ആഴത്തിൽ ഇറങ്ങിയില്ലേ? മൈൻഡ്ഫുൾനെസ് ഒന്ന് പറഞ്ഞു നോക്കി. ഒന്ന് പറഞ്ഞു മൈൻഡ്ഫുൾനെസ്. അതായത് മൈൻഡ്ഫുൾനെസ് ഇൻ ബ്രീത്തിങ്, മൈൻഡ്ഫുൾനെസ് ഇൻ ഈറ്റിംഗ്, മൈൻഡ്ഫുൾനെസ് ഇൻ ബാത്തിങ്, സ്പീക്കിംഗ്, സിംഗിങ്. ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോഴും മൈൻഡ്ഫുൾനെസ്. എന്തൊരു സുഖകരമായ ഒരു അവസ്ഥ അല്ലേ? അപ്പൊ നമുക്ക് ലെറ്റ് ഗോ ഓഫ് ദ പാസ്റ്റ്, ലെറ്റ് ഗോ ഓഫ് ദ നമുക്ക് പറയില്ലേ വാട്ട് ഹാപ്പൻഡ് ഈസ് ഹാപ്പൻഡ്. എന്താണോ സംഭവിച്ചത് അതെല്ലാം പോയി. ഇപ്പൊ നമ്മൾ ലീവ് ഇൻ ദ പ്രസന്റ് മൊമെന്റ്. ലെറ്റ് ഗോ, ലെറ്റ് ഗോ. അതൊക്കെ എന്തൊരു വാക്കുകളാണ് അല്ലെ? അതൊക്കെ അങ്ങ് വിട്ടുകൊടുത്തേക്കുക. അപ്പൊ ഞാൻ വീണ്ടും തുടക്കത്തിലെ നമ്മൾ പറഞ്ഞ ഒരു സെന്റൻസിലേക്ക് വരുന്നു. വിമൽ സാർ എഴുതിയെടുത്തെന്ന് വിചാരിക്കുന്നു. ടു ഗെറ്റ് സംതിങ് യു നെവർ ഹാഡ്, യു ഹാവ് ടു ഡു സംതിങ് യു നെവർ ഡിഡ്. യു ഹാവ് ടു ഡു സംതിങ് യു നെവർ ഡിഡ്. യെസ്, നമ്മൾ ഈ മൈൻഡ്ഫുൾനെസ് ഇത്രയധികം നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ഈ മൈൻഡ്ഫുൾനെസ്സോടുകൂടി ഇനി വരുമ്പോൾ നമുക്കില്ലാത്ത ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. സോ എംബ്രൈസ് ഇറ്റ്, എൻജോയ് ഇറ്റ്, സെലിബ്രേറ്റ് സ്മാൾ വിൻസ്. 1 കോടി ലോട്ടറി അടിച്ചിട്ടല്ല, 10 രൂപ ലോട്ടറി അടിച്ചെങ്കിലും അത് എൻജോയ് ചെയ്യുക. സെലിബ്രേറ്റ് സ്മാൾ വിൻസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ എടുത്ത ഷബാസ് മാവിനോടും നന്ദി അറിയിക്കുന്നു. പങ്കെടുത്ത എല്ലാവരോടും ഹൃദയം നിറഞ്ഞ മൈൻഡ്ഫുൾനെസ്സോടുള്ള നന്ദി അറിയിക്കുന്നു. അടുത്ത ക്ലാസ്സിന് വരുമ്പോൾ, നാളെ വരുമ്പോൾ, നമ്മൾ കവർ ചെയ്ത 7 ടോപ്പിക്കുകളുടെ പേരുകൾ ഇങ്ങനെ ഒന്ന് എഴുതി വെക്കുക. അപ്പൊ അത് പറയുന്നവർക്കൊക്കെ ഒരു സമ്മാനം ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ 7 ടോപ്പിക്ക് 7 ദിവസം 7 മണിക്കൂറിൽ ഏറെ നമ്മൾ കവർ ചെയ്തു. അപ്പം അതെല്ലാവരും ഒന്ന് ഫസ്റ്റ് ഡേ എന്തായാലും മൈൻഡ്ഫുൾനെസ്സിനും ഇതിനിടയിലുള്ള എല്ലാ ടോപ്പിക്കുകളും ഒന്ന് എഴുതി വെക്കുക. അപ്പൊ നാളത്തെ ടാസ്ക് അതാണ്, സമയത്തെത്തുക. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ മൈൻഡ്ഫുൾനെസ്സോടുകൂടി
ഊറാൻ അതിനെല്ലാവർക്കും കഴിയട്ടെ. താങ്ക് യു. അപ്പൊ ഗുഡ് നൈറ്റ്, സ്വീറ്റ് Thank ഡ്രീം, നൈറ്റ്. ഓൾ ഈസ് വെൽ, you, എല്ലാവരും ഓക്കെ. താങ്ക് യു. Thank you so much. Asman. Thank you, Thank Anisa. you. Thank you. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.